ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ. ആപ്കി അദാലത്തിൽ രജിത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥി ജ്ഞാനത്തിൽ ശ്രേഷ്ഠൻ. ഇദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് വളരെ അതോറിറ്റിയായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹിന്ദു സ്കെപ്ചേഴ്സിനെ കുറിച്ചും വളരെ ശക്തമായി സംസാരിക്കുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തിന്റെ സംഭാഷണം നിങ്ങൾ എപ്പോഴെല്ലാം കേൾക്കുന്നുവോ അപ്പോഴെല്ലാം കേട്ടുകൊണ്ടേയിരിക്കും. ഇദ്ദേഹത്തിന് ആളുകളെ മെസ്മറൈസ് ചെയ്യാൻ സാധിക്കും. പ്ലീസ് വെൽക്കം കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ശക്തമായ കയ്യോടിയോടുകൂടിയാണ് ഇദ്ദേഹത്തെ നിങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായി ജഡ്ജി വരാൻ പോകുന്നു. ജഡ്ജി വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്. ഒരു സ്കോളറാണ്, എഡ്യൂക്കേഷണലിസ്റ്റാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി. നമ്മുടെ ജഡ്ജി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കൂടാതെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുമായിരുന്നു. പ്ലീസ് വെൽക്കം പ്രൊഫസർ നസ്മ അക്തർ. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജ് പ്രൊഫസർ നസ്മ അക്തറിന്റെ അടുത്ത് അതിനുള്ള അനുവാദം നമുക്ക് ചോദിക്കാം. നിങ്ങൾക്ക് തുടങ്ങാം. ആദ്യത്തെ കുറ്റാരോപണം പറയുന്നതിന് മുൻപ്, ചോദ്യങ്ങൾക്ക് മുൻപ് ആരിഫ് മുഹമ്മദ് ഖാന്റെ പൊളിറ്റിക്കൽ കരിയർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷെയറിലാണ് അദ്ദേഹം ജനിച്ചത്. കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ പൊളിറ്റിക്കൽ കരിയർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലൂടെയാണ് തുടക്കം കുറിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാൻ 1973 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ 26ാമത്തെ വയസ്സിൽ ആരിഫ് മുഹമ്മദ് ഖാൻ യുപിയിലെ ബുലന്ദ് ഷെയറിൽ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 1980 അദ്ദേഹം കാൺപൂരിൽ നിന്നും ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ ബെഹ്റയിൽ നിന്നും 3 പ്രാവശ്യം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രാജീവ് ഗാന്ധിയുടെയും VP സിംഗിന്റെയും ഗവൺമെന്റിൽ ക്യാബിനറ്റ് മിനിസ്റ്ററായി പദവി വഹിച്ചു. അതിനു മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് ഗവൺമെന്റിൽ INB, അഗ്രികൾച്ചർ, എനർജി, ഇൻഡസ്ട്രിയിലും ഹോം മിനിസ്ട്രിയിലും മിനിസ്റ്ററായി പദവി വഹിച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സ്കോളറാണ്, റൈറ്ററാണ്. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ധൈര്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. ലക്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലോ ഗ്രാജുവേറ്റ് നേടി ആരിഫ് മുഹമ്മദ് ഖാൻ ആപ്കി അദാലത്തിൽ തന്റെ വാദങ്ങളെ അദ്ദേഹം തന്നെ വാദിക്കും. ശരി, ഇന്നത്തെ ആപ്കി അദാലത്തിലുള്ള വിചാരണ നമുക്ക് തുടങ്ങാം. ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു. ആരിഫ് സാർ, ദേശത്തുള്ള മിക്കവാറും മുസ്ലിം പള്ളികളിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ യൂണിഫോം സിവിൽ കോഡ് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളതാണെന്ന് പലരും പറയുന്നുണ്ട്. ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്കാണ് നഷ്ടം, അതുകൊണ്ട് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പാടില്ലെന്നും പലരും പറയുന്നു. താങ്കൾ ഇത് അംഗീകരിക്കുന്നില്ല, ഇത് പ്രയോജനമുള്ളതാണെന്ന് പറയുന്നു. യൂണിഫോം സിവിൽ കോർട്ടിൻ്റെ അതിൽ എന്തെല്ലാം ഏർപ്പാടാണ് നടന്നിട്ടുള്ളതെന്ന് വെളിച്ചത്തേക്ക് വന്നിട്ടേ ഇല്ല. ഇനിയും നമുക്ക് മുന്നിൽ അത് എത്തിയില്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് എന്ത് ലാഭം ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല. ഇന്നും ഒരു സിദ്ധാന്തമായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു സിദ്ധാന്തം തന്നിട്ടുണ്ട്, അതുമാത്രമല്ല നമുക്ക് ഒരു സമയവും തന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ഗവൺമെന്റിന്റെ അടുത്ത് ഒരു വലിയ ഉത്തരവാദിത്തം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സത്യപ്രതിജ്ഞ കൊടുത്തതിന് ശേഷം ഈ സിദ്ധാന്തത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഇതിനെ എതിർക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പള്ളിക്ക് പുറത്ത് QR കോഡ് വെച്ചിരിക്കുന്നു.
ആ QR കോഡിൽ നോക്കുകയാണെങ്കിൽ ഇതിനെതിരായിട്ട്, അതായത് UCCക്ക് എതിരായി പള്ളിയിലേക്ക് വരുന്ന ഓരോ മുസ്ലിമും അത് ലോ കമ്മീഷനിലേക്ക് അയക്കണം. അവർ പറയുന്നത് 4 കോടി ജനങ്ങൾക്ക് മേൽ സംസാരിച്ചു കഴിഞ്ഞു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ യാതൊരു വിധത്തിലും ഇത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 2017 സൈറ ബാനുവിന്റെ കേസ് കോർട്ടിൽ വന്നിരുന്നു. അവർ വാലിഡിറ്റി ഓഫ് ട്രിപ്പിൾ തലാഖിനെ ചാലഞ്ച് ചെയ്തിരുന്നു. ഉടനെ തന്നെ സുപ്രീം കോർട്ട് പുറപ്പെടുവിച്ചത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിനെ വയോലേറ്റ് ചെയ്തതല്ല, അതുപോലെ തന്നെ ഖുറാനിലും ഇതിനെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് എതിർത്തു. അതിൻ്റെ അവസാനം എന്തായെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യണമോ അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ 1 മാസത്തിനുള്ളിൽ പാർലമെന്റിൽ ഒരു ഫിഗർ വച്ചിരുന്നു. 500-നും അതിലും കൂടുതൽ ഫിഗർ വന്നിരുന്നു. അതായത് സുപ്രീം കോർട്ടിന്റെ അറിയിപ്പ് വന്നതിന് ശേഷം. അതിനുശേഷം അതായത് നമ്മുടെ PM അദ്ദേഹം തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. ഒരു ബിൽ ലോകസഭയിൽ പാസ്സായി. 2019 മുതൽ 2023 വരെ എത്തിയിരിക്കുകയാണ്. എത്ര വർഷം കടന്നുപോയി? ഈ 4 വർഷത്തിൽ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? മുസ്ലിം സമൂഹത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ തലാഖിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. 95% തലാഖ് ബാൻ ചെയ്തിട്ടില്ല. തലാഖിനെ ആരും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ട്രിപ്പിൾ തലാഖിനെയാണ് റെസ്ട്രിക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് 95% മുകളിൽ ഡൈവോഴ്സിന്റെ കാര്യങ്ങൾ കുറവുണ്ടായത്. ഇതുകൊണ്ട് ആർക്കാണ് ലാഭമുള്ളത്? ഡൈവോഴ്സ് കിട്ടിയ ഉടനെ നടറോട്ടിൽ വന്ന് നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല ലാഭം ഉണ്ടായത്, അതിലും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ കുഞ്ഞു കുട്ടികൾ, ഈ ഡൈവോഴ്സ് കാരണം കൊണ്ട് ചെറിയ ചെറിയ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാണ്ടുപോയി. അവർക്കൊക്കെ ലാഭം ഉണ്ടായില്ലേ? അതിൽ നമ്മൾ വലുതായിട്ട് കാണണ്ടേ? അതുമാത്രമല്ല ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ലാഭം ഉണ്ടായോ നഷ്ടം ഉണ്ടായോ? അതായത് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വെറും 4 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 40 വർഷം കൂടി അങ്ങ് പോകട്ടെ. 40 വർഷത്തിന് ശേഷം റിസൾട്ട് നോക്കിക്കോ. ആ സമയത്ത് PM-നെ ഒരു ദൈവത്തെ പോലെ കാണും. ആരും ചെയ്യാത്തതാണ് അദ്ദേഹം ചെയ്തു കാണിച്ചത്. 1000 വർഷത്തിനു മുമ്പ് ഇതെല്ലാം നടക്കണമായിരുന്നു. മുസ്ലിം സ്ത്രീകൾ ഭയങ്കര നരകവേദനയാണ് അനുഭവിച്ചത്. കുട്ടികൾക്കും അത് ബാധകമായി. നടലോട്ടിലേക്ക് വന്നു. ഒരുപാട് ഡൈവോഴ്സും നടന്നിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ചെറിയ കുട്ടികളുടെ ഭാവി ഇരുട്ടിൽ മൂழ்കിപ്പോയി. കുടുംബങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. ഇതൊക്കെ 40 വർഷത്തിന് ശേഷം മനസ്സിലാകും. ഇത് ഒരുപാട് മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവന്ന് ജനങ്ങളും ഇത് അംഗീകരിക്കും. 40 വർഷത്തിന് ശേഷമുള്ള ജനങ്ങൾക്ക് വിട്ടുകൊടുക്കൂ. മുസ്ലിങ്ങൾക്ക് നഷ്ടം ഏർപ്പെടുന്ന ഇപ്പോഴും കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഒരു ആർഗ്യുമെന്റ് നടത്തിയിരുന്നു. ഇപ്പോഴും കപിൽ സിബൽ മൈതാനത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം പറയുന്നു, നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും യൂണിഫോം സിവിൽ കോഡും ചേർത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്നു, വോട്ടിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതേസമയം യൂണിഫോം സിവിൽ കോഡ് എന്താണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലും PM-ന് അറിയില്ലാത്രേ. ഇത് ട്രിപ്പിൾ തലാഖ് കേസാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലാത്രേ. കപിൽ സിബൽ സാറ് എപ്പോ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ട്രിപ്പിൾ തലാഖിന്റെ കാര്യത്തിൽ ഒരു വാദവും നടന്നിരുന്നു. ട്രിപ്പിൾ തലാഖ് വേണമെന്ന് തന്നെ പറഞ്ഞു. ഇതിലെല്ലാം കോർട്ട് തലയിടാൻ പാടില്ല എന്നും പറഞ്ഞു. എങ്ങനെയാണ് അദ്ദേഹം തുടങ്ങിയതെന്നറിയോ? അത് വെച്ച് തന്നെ ഞാൻ പറയാം. ഈ ട്രിപ്പിൾ തലാഖ് പെണ്ണുങ്ങൾക്ക് അപമാനപൂർവമാണെന്നും ഇത് അന്യായമാണെന്നും എക്സെട്ര. അതിനുശേഷമാണ് അദ്ദേഹം വാദം തന്നെ വെച്ചത്. ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അന്യായമായി നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അത് സ്ത്രീകൾക്ക് വേണ്ടി നല്ലതിനല്ല. പിന്നെന്തിനാ നിങ്ങൾ ഇത് മാത്രമായിട്ട് ഇല്ലാതാക്കുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ട്രിപ്പിൾ തലാഖ് സ്ത്രീകൾക്ക് അപമാനമാണെന്ന് പറഞ്ഞാൽ ഇത് അന്യായമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷവും ഇവര് ട്രിപ്പിൾ തലാഖിനെ വിവാദിക്കുന്നു. അപ്പോ ഇത് രാഷ്ട്രീയമല്ലേ? ഇതാണോ രാഷ്ട്രീയം? അവരിതിന് മറുപടി പറയട്ടെ. ആദ്യം യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അത് അത്യാവശ്യമല്ലേ? എന്ത് പ്രൊവിഷൻ അതിലുണ്ട്? ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്. ബദ്രുദ്ദീൻ അജ്മൽ സർ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. അസമിലെ ഒരു വലിയ ലീഡറാണ്. ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം സാരി കെട്ടാൻ തുടങ്ങുമെന്ന്. അദ്ദേഹം 5 വർഷത്തേക്ക് താടി വളർത്തുമെന്ന്. 5 വർഷത്തിന് ശേഷം ആ താടി വടിച്ചു കളയും. 5 വർഷം മാംസം കഴിക്കും, 5 വർഷം മാംസം കഴിക്കില്ലെന്ന്. അതായത് ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരേണ്ട കാര്യമൊന്നുമില്ല. മറുപടി ഇവിടുന്ന് തന്നെ വന്നല്ലോ. ഈ കാര്യങ്ങളൊന്നും എടുക്കണ്ടേ.
നമുക്കെന്തിനാ ഈ കാര്യങ്ങളൊക്കെ? ഇതിനു വേണ്ടി എന്തിനാ നമ്മൾ കമന്റ് കൊടുക്കുന്നേ? ഒരു മൗലാന എന്താണ് പറയുന്നത് വെച്ചാൽ UCC വരികയാണെങ്കിൽ മുസ്ലിംസിന് നിക്കാഹ് നടക്കില്ല, അവരും അഗ്നിക്ക് വലം വെക്കണമെന്ന്. സഹോദര, ബ്രദർ, എൻ്റെ ഉറ്റ സുഹൃത്തെ, കേരളത്തിലുള്ള ഹിന്ദുസ് പോലും 7 പ്രാവശ്യം വരില്ല എന്ന് പറയുന്നു. യൂണിഫോം ഹിന്ദു കോർട്ടിൽ പാസ്സായതിനു ശേഷവും ഒരു നിയമമായിട്ട് വന്നതിന് ശേഷവും സിഖ് ബ്രദറും അതേ നിയമത്തിൽ തന്നെ അടങ്ങിക്കൂടിയിരിക്കുകയാണ്. പക്ഷെ അവർ നേരെ പോകുന്നത് ഗുരുദ്വാറിലേക്കാണ്. അവിടെയാണ് കല്യാണം നടക്കുന്നത്. നമ്മുടെ ജെയിൻ ബ്രദേഴ്സ്, അവർക്കും ഒരു സ്റ്റൈല് തന്നെയുണ്ട്. ഒരു കാര്യം ഞാൻ തെളിയിച്ചു പറയാം. ഇന്നത്തെ ഗവൺമെന്റ് ആയാലും വേറെ ഗവൺമെന്റ് ആയാലും 1000 നിയമങ്ങൾ വന്നിട്ടും 1000 ഗവൺമെന്റ് വന്നു പോയാലും നമ്മുടെ ഇന്ത്യയുടെ ആചാരം ഏകം സദ് വിപ്ര ബഹുദ വദന്തി. ബഹുദാവിൻ്റെ കലാചാരമാണ് ഇന്ത്യയുടെ കലാചാരം. നമ്മൾ ബഹുദാവിനെ നമുക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഡൈവേഴ്സിറ്റി, നമ്മൾ ഡൈവേഴ്സിറ്റി ബഹുദാവിനെ നമ്മൾ അതുകൊണ്ട് ആഘോഷിക്കുകയാണ്. നമ്മളത് ശരിക്കും ആദരിക്കുകയാണ്. ഭാരതദേശയോ സ്ത്രീയ പുരുഷോ നാനാ വർണ്ണ പ്രകീർത്തിതേ നാനാദേവാർച്ചനേ യുക്ത നാനാ കർമാണി കുർവതേ. ഭാരതത്തിലെ സ്ത്രീകളുടെയും ഭാരതത്തിലെ ആണുങ്ങളുടെയും അവരുടെ സ്കിന്നൊക്കെ വെവ്വേറെയാണ്. അവരാണെങ്കിൽ വേറെ വേറെ ദൈവങ്ങളെയും ആരാധിക്കുന്നു. അവരുടെ വഴിപാടുകൾ തന്നെ വേറെ വേറെയാണ്. ലോകത്തിലെ ഏതൊരു ശക്തിയെയും, രാഷ്ട്രീയം വിട്, ഈ ഭാരതത്തിന്റെ ആചാരം ആരെക്കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല. ഈ കലാചാരം, ഈ ലോകം, എല്ലാ ആചാരങ്ങളും ഇപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് 150 വർഷം കഴിഞ്ഞാൽ കാണാം. ഇന്ത്യ ഇപ്പോൾ കലാചാരങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഡൈവേഴ്സിറ്റിയെ അവർ ബഹുമാനിക്കുന്നുണ്ട്. ബഹുമാനം മാത്രമല്ല, അത് അവർ മര്യാദപൂർവ്വം അംഗീകരിക്കുന്നുണ്ട്. ഏകം സദ് വിപ്ര ബഹുദ വദന്തി. വെറും ഇത് മാത്രമല്ല, ആകാശാത് പതിതം തോയ യഥാ വെച്ചതി സാഗരം സർവദേവ നമസ്കാര കേശവം പ്രതി ഗച്ഛതി. നീ ദൈവത്തിന് എന്ത് പേര് വേണമെങ്കിലും വെച്ചോ, എങ്ങനെ വേണമെങ്കിലും നീ പൂജ ചെയ്തോ, എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ചേരുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് നിന്നെക്കൊണ്ട് പേര് വയ്ക്കാൻ പറ്റില്ല. ഏത് പേരിൽ വേണമെങ്കിലും ആരാധിച്ചോ. ഈ നാട് കലാചാരങ്ങളെ കൊണ്ട് ആഘോഷിക്കുകയാണ്. ഈ ആചാരം കലാചാരമായിട്ട് തന്നെ എങ്ങനെ ഇരിക്കില്ല. അതുകൊണ്ട് കലാചാരങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. UCC ഓരോരുത്തരും അവരവരുടെ ആംഗിളിൽ നിന്നാണ് നോക്കുന്നത്. ജിമിത്ത് ഉൽമ ഹിന്ദിന്റെ നേതാവ് മൗല ഹർഷത് മഗ്നി അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് 4 വിവാഹങ്ങൾ കഴിക്കാം. UCC വന്നാൽ ഈ അധികാരമെല്ലാം നഷ്ടപ്പെടുമെന്നും, ഞങ്ങൾ മുസ്ലിംസ് 80 വയസ്സിൽ പോലും നല്ല സ്ട്രോങ് ആയിരിക്കുമെന്നും, പക്ഷെ സ്ത്രീകൾ 30 വയസ്സിൽ യൂസ്ലെസ് ആയി മാറുമെന്നും. വേണ്ട, കയ്യും അടിക്കേണ്ട, ആരും ചിരിക്കുകയും വേണ്ട. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഇതെല്ലാം ഒരു ഭാഷയാണോ? ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ട് സങ്കടം തോന്നുന്നുണ്ട്. അതായത് വയസ്സായിട്ടുള്ള ഒരാള് ഈ ഭാഷ തന്നെ ഉപയോഗിക്കാമോ? അതുമാത്രമല്ല, ഈ 4 കല്യാണത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പണി ചെയ്യുക, ഖുർആനൊന്ന് എടുത്ത് വായിക്ക്. സൂറൈ നിസ സെക്ഷൻ 3, 4. അനാഥ കുട്ടികൾക്ക്, വിധവകൾക്ക്, അതിൽ അനാഥ സ്ത്രീകളെക്കുറിച്ച് ശരിക്കും വർണ്ണിച്ചെഴുതിയിട്ടുണ്ട്. ഒരു സമയത്ത് ഒരു യുദ്ധം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുടനെ ആണുങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞുപോയി. അപ്പോൾ ഒരുപാട് വിധവകളുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എടുത്തു പറയുന്നത് ജർമ്മനി കേസാണ്. വേൾഡ് വാറിന് ശേഷം നടന്നത്. അപ്പോൾ അവർ സ്ത്രീകളോടായിട്ട് പറഞ്ഞു, എത്ര മണിന് പ്രസവിച്ചോളൂ, ഞങ്ങൾക്ക് ആക്ഷേപമില്ല. ആരാണ് അധികം കുട്ടികളെ പ്രസവിക്കുന്നത് അവർക്ക് ഞങ്ങൾ രാഷ്ട്രീയ മര്യാദ തന്നെ കൊടുക്കും. എന്താ അങ്ങനെ ആയെന്ന് വെച്ചാൽ അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു. ആണുങ്ങളുടെ പോപ്പുലേഷൻ തന്നെ കുറഞ്ഞു. ഇതുപോലെ തന്നെ അഹദ്പൂറിന് ശേഷം ഒരു വലിയ നാശം തന്നെ സംഭവിച്ചു. അപ്പോഴും അനുവാദം കൊടുത്തിരുന്നു. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് ഇതൊക്കെ അനുവദിച്ചത്? വിധവകൾക്ക് വേണ്ടിയും അനാഥ കുട്ടികൾക്ക് വേണ്ടിയും ഒരു സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത് അനുവദിച്ചത്. പക്ഷേ എങ്ങനെയാണ് ഇത് അറിയപ്പെട്ടത്? നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ അവർക്ക് ന്യായം കൊടുക്കണം, നീതി കൊടുക്കണം. ഖുറാനിലുള്ള ചാപ്റ്റർ വായിച്ചുകൊണ്ടേ വന്നാൽ അതിനെക്കുറിച്ച് അറിയാം. ഈ മനുഷ്യരെ കൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് ഭാര്യമാർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന്. ഇതിന്ന് എന്ത് മനസ്സിലായി? സൂക്ഷിച്ച് കേട്ടോ, അവരുപദേശിക്കുകയാണ്. ഇത് നോക്കിയേ, ഇപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമായുള്ളതുകൊണ്ട് നിന്നെ ഞങ്ങൾ അനുവദിക്കുകയാണ്. തീർച്ചയായിട്ടും നീ ഇതിന് അർഹതപ്പെട്ടവനേ അല്ല. ന്യായം കിട്ടാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഇതിന് അനുവദിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളത് അറിയാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്.
അത് 100-ല് വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. വന്ദിഹുൽ ഹയാമ മിംഹും. നിനക്കൊരു കല്യാണം കഴിക്കണമെങ്കിൽ അവൾ ഇതിനു മുമ്പ് വേറൊരു കല്യാണം കഴിച്ചിരിക്കാൻ പാടില്ലാത്തതാണ്. ഞാനും ഇത് തന്നെ കേട്ടതല്ലേ. ഞാനും കേട്ടു ഇൻസ്ട്രക്ഷൻസ്. അതായത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ, ഈ കാര്യം പഠിപ്പിക്കുന്നവരുടെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, ഈ ഇൻസ്ട്രക്ഷൻസ് വെറും ആണുങ്ങൾക്ക് മാത്രമാണോ? അതായത് കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെയാണ് അവർ കല്യാണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് സ്ത്രീകൾക്കുമുണ്ടോ? അതായത് കല്യാണം കഴിക്കാത്ത ആണുങ്ങളെയാണോ കല്യാണം കഴിക്കേണ്ടത്? അവർ പറഞ്ഞ ധാർമ്മിക രീതിയിൽ രണ്ടുപേർക്കും ചേരുന്നതാണ്. ശരി, ധാർമ്മിക രീതിയിൽ രണ്ടുപേർക്കും സമമാണെങ്കിൽ അപ്പോൾ ഈ 4 കല്യാണത്തിനുള്ള അനുവാദം ആരാ കൊടുത്തത്? അതിനുള്ള അധികാരമില്ലല്ലോ. പക്ഷേ മുസ്ലിംസിന് 4 കല്യാണം കഴിക്കാനുള്ള അനുവാദം ഉണ്ടല്ലോ. അനുവാദമുണ്ട്. ഈ അനുവാദത്തിൽ ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത സമയത്ത് ചെയ്യാവുന്നതാണ്. എമർജൻസിയിൽ, അതായത് സഹിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അനുവാദം തരുന്നതാണ്. പക്ഷേ കണ്ടീഷൻ നോർമലായുള്ളപ്പോൾ ഇതിനൊന്നും അനുവാദം കിട്ടില്ല, പെർമിഷനേ ഇല്ല. പക്ഷേ OVC സാറില്ലേ, അദ്ദേഹം വേറെ ആംഗിളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആരാണ് ചെയ്യാൻ പോകുന്നത്? ഒരു കല്യാണം കഴിച്ചാൽ ഞങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണോ 2 3? അതോ, ഈ 4 കല്യാണമൊക്കെ കഴിക്കാന്ന് പറഞ്ഞവരില്ലേ, അവരുടെ അടുത്ത് എന്ന് പറയേ. സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. അത് ഡൈവേഴ്സ് അലൗഡാണ്. മുത്തലാഖ് അധികാരം എടുത്തു മാറ്റി, അതുകൊണ്ട് ഭയം വളരെ കുറഞ്ഞുപോയി. നിങ്ങളത് ചെയ്തില്ല എന്ന് വെച്ചോ, അപ്പം പിന്നെ ഈ അധികാരം തന്നെ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പെണ്ണിൻ്റെ തലയിൽ ഒരു കത്തി തൂങ്ങിക്കൊണ്ട് കിടക്കണമല്ലോ അത്രേ. അപ്പോഴല്ലേ അവളെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ച് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? നീ മര്യാദയ്ക്ക് നടന്നില്ല എങ്കിൽ, അതായത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ, അതുകൊണ്ട് എനിക്ക് വീണ്ടും ഒരു കല്യാണം കഴിക്കാമല്ലോ. അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഹലാലയുടെ പ്രൊവിഷനില്ലേ, അത് സ്ത്രീകൾക്ക് കൂടുതൽ ബഹുമാനം നൽകുന്ന ഒന്നാണെന്ന്. അതോടൊപ്പം തലാക്ക് കൊടുക്കാനും ഭയപ്പെടും. അതായത് ഞാൻ പേടിക്കണോ? എൻ്റെ അറിവ് നോക്കി ശരിയാണെങ്കിൽ ആപ്കി അദാലത്തിൽ നിങ്ങളുടെ അടുത്ത് സോറി പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഈ കാര്യത്തിൽ ഇടപെടാനില്ല. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തു പറയാനാ? നിങ്ങളുടെ അതിർത്തി കഴിഞ്ഞു പോകുന്നു. ഈ ഹലാല ഇതെന്താ സ്ത്രീകൾക്ക് മര്യാദയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതായത് ഡൈവേഴ്സ് ചെയ്ത പെണ്ണെ വേറൊരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അവളെന്ത് ചെയ്യുന്ന വെച്ചാൽ വീണ്ടും അവനെ ഡൈവേഴ്സ് ചെയ്യും, പിന്നെ പോയിട്ട് അവളുടെ ആദ്യത്തെ ഭർത്താവിനെ പോയി കെട്ടും. ഇതൊക്കെ മര്യാദയാണോ? അവര് പറഞ്ഞ സെന്റൻസ് ഇതാണ്: ഒരു സ്ത്രീക്ക് ഹലാല നടന്നാൽ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പേടിക്കുമെന്ന്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ തലാക്ക് കൊടുക്കാമെന്ന് ഖുർആനിൽ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് 3 മാസമല്ലേ തരുന്നുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ശരിക്കും നന്നാക്കി മനസ്സിലാക്കി കൊടുക്കുക. 3-ാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ 2 ഭാഗത്ത് നിന്നും പ്രായമാർ വന്നിരിക്കണം, അവരാണ് മധ്യസ്ഥത വഹിക്കേണ്ടതും. ഇതൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ ഇപ്പൊ തലാക്ക് കൊടുക്കുക. പക്ഷെ തലാക്ക് കൊടുത്താലും 3 മാസം വരെ നിങ്ങൾ ഒരുമിച്ച് വേണം കഴിയാനായിട്ട്. ഇതൊക്കെ ഖുർആനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അതോടെ ഈ 3 മാസത്തിനുള്ളിൽ ശാരീരികമായോ മാനസികമായോ അടുത്തില്ല എങ്കിൽ തലാക്ക് അങ്ങനെ തന്നെ ക്യാൻസൽ ആവും. 3 മാസം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് വേർപിരിഞ്ഞാലും നിക്കാഹ് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഖുർആനിൽ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിനാ തലാക്ക് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഹലാൽ അപ്പോൾ ആവശ്യമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സാമ്പാറിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയെന്ന് പറഞ്ഞ് ഡൈവേഴ്സ് കൊടുക്കും, എന്നിട്ട് പിന്നെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഡൈവേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഒന്ന് വഴക്ക് പറയാനായിരുന്നു ആഗ്രഹം. ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. അതായത് ഏതൊരു നിയമത്തെയും ഇസ്ലാമികൾക്കെന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. അവരെ കൊണ്ട് ഖുറാനെ അപമാനിക്കാൻ പറ്റുമോ? ഈ ട്രിപ്പിൾ തലാഖിനെ കുറിച്ച് ഖുറാനിലൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. പക്ഷേ ഈ ശരീഅത്ത് നിയമങ്ങളില്ലേ, അത് ഭരണഘടനയേക്കാൾ മുകളിലാണ്. അങ്ങനെയാണോ? ഗോവയിലെ യൂണിഫോം സിവിൽ കോർട്ട് ഉണ്ടല്ലോ, അവിടുത്തെ മുസ്ലിംസിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ യൂണിഫോം സിവിൽ കോർട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിക്കാഹ് ചെയ്യേണ്ട അഗ്നിക്ക് വലം വെച്ചു വന്ന് നിന്റെ മൃതശരീരം കുഴിച്ചു മൂടരുത്, അല്ല കത്തിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഹിന്ദുക്കളാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുസിലെ ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവർ മൃതദേഹങ്ങൾ ഒന്നും തന്നെ കത്തിക്കില്ല, അവർ മൃതദേഹം കുഴിച്ചു മൂടാണ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കലാചാരത്തെ കുഴിച്ചു മൂടാൻ പറ്റില്ല എന്ന്. ഒരു ആപത്തും സംഭവിക്കില്ല. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇതാ വീണ്ടും പറയുകയാണ്, ഈ നാട് കലാചാരങ്ങളെ ആഘോഷിക്കുകയാണ്. അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നു. യൂണിഫോം സിവിൽ കോഡ് എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇലക്ഷൻ അടുത്തു വരുന്നു, BJP ഇതിനെ പോളറൈസ് ചെയ്യാൻ നോക്കുന്നു, പബ്ലിസിറ്റി ചെയ്യാൻ നോക്കുന്നു, ഹിന്ദുവിനെയും മുസ്ലിമിനെയും പിരിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നതെന്ന്. അത് കൊള്ളാം. ഇതാണ് കാരണമെങ്കിൽ ഈ പോളറൈസേഷനെ തടുത്തു നിർത്താൻ എന്താണ് ഒരു മാർഗം?
നിങ്ങൾ എല്ലാവരും ചേർന്ന് വന്ന് ഇവിടെ നിൽക്ക്. യൂണിഫോം സിവിൽ കോട്ട് വരണമെന്ന് പറയേ. അതോടെ പോളറൈസേഷൻ അവസാനിച്ചല്ലോ. പറയുകയാണെങ്കിൽ പോളറൈസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പോളറൈസേഷനിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങൾ ജീവിക്കുന്ന വിധം തന്നെ വേറെ വിധത്തിലാണെന്ന് നിങ്ങൾ പറയുന്നത്. അല്ല, ഈ പോളറൈസേഷനെ കുറിച്ച് ആരാ സംസാരിക്കുന്നത്? ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു പണിയല്ലേ? ഇവർ വന്നിട്ട് പോളറൈസേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് തടുത്തു നിർത്താൻ വളരെ എളുപ്പമല്ലേ? നിങ്ങൾ വന്നിട്ട് ഗവൺമെൻറ് മുമ്പിൽ ഒന്ന് നിൽക്ക്, പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഉണ്ടെന്ന്. ഇവിടെ ഒരു ഗംഭീര UCCയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ജോലിയാണ്. നിങ്ങളുടെ ധാർമ്മിക ചിന്തകൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ തന്നെ സൂക്ഷിക്കണം. ഈ നിയമത്തിൽ അതിൽ യാതൊരു സ്ഥാനവും കൊടുക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും. ധാർമ്മിക ചിന്തകൾ ശരിക്കും നടക്കുന്നത് ആരും അത് തടുത്തു നിർത്താൻ തന്നെ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടതാ. ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു മുസൽമാൻ ഭർത്താവാണെങ്കിൽ തൻ്റെ ഭാര്യയെ ശാരീരികമായി അടുക്കുന്നതിന് മുമ്പ് മെഹർ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഈ UCC മുസ്ലിം ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭാര്യയ്ക്ക് പണം കൊടുക്കരുതെന്ന് പറയുമോ? കുറച്ചും കൂടി കൂടുതലേ കൊടുക്കാനേ പറയൂ. അതുകൊണ്ട് ഞങ്ങൾക്കെന്താ കാര്യം? അതായത് റിയാലിറ്റി ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോ. അതായത് പെണ്ണും പയ്യൻ വന്ന് ആ പെണ്ണിൻ്റെ അടുത്ത് ആദ്യമായിട്ട് പോകുന്നത് തൻ്റെ ഭാര്യയുടെ അടുത്ത്. അവൻ്റെ ആദ്യത്തെ വാക്കെന്തായിരിക്കും എന്നറിയോ? എന്നോട് ക്ഷമിക്കണം. അവളും വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ അവളും കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിരിക്കും അവർ. ഞാനും മാപ്പ് കൊടുത്തു. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നതെന്നറിയോ? അവരിലുള്ള റിലേഷൻഷിപ്പ് നശിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എപ്പോഴാണോ ഡൈവേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ അവർ പറയും മെഹർ തന്നിട്ടില്ല എന്ന്. എന്താ ഇതൊക്കെ? ശാരീരികമായി അടുക്കുന്നതിന് മുമ്പാണ് മെഹർ കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കില്ലല്ലോ, മെഹർ വേണമെന്ന്. ഇപ്പോൾ UCC വന്നാൽ തന്നെ മുസ്ലിം ആണുങ്ങളോട് ചെന്ന് മെഹർ കൊടുക്കണ്ടെന്ന് പറയുമോ? ഇല്ല. എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ തരാൻ പറയും. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് മുഫ്തി സലീം അഷ്റം കാസ്മി, അദ്ദേഹം ദേവബന്ദിലാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നു, സ്ത്രീകൾക്ക് ഡൈവോഴ്സ് കൊടുക്കാനുള്ള അധികാരം നൽകിയിട്ടില്ല. കാരണം സ്ത്രീകൾ എല്ലാ കാര്യത്തിലും ധൃതി പിടിക്കുന്നവരാണെന്ന്, പെട്ടെന്ന് തീരുമാനം എടുക്കുമെന്ന്. ശരി, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ഇസ്ലാം എന്ന പേരിൽ പാകിസ്ഥാൻ ഉണ്ടായി, ശരിയല്ലേ? ഉണ്ടായോ ഉണ്ടായില്ലേ? അതുമാത്രമല്ല, പാകിസ്ഥാനിൽ ഇപ്പോൾ എത്ര പാർട്ടികളുടെ പേര് നിങ്ങൾ പറഞ്ഞുവോ, ഈ പാർട്ടി മുഴുവനും പാകിസ്ഥാനിലാണ് ഉള്ളത്. ദേവ്ബന്ദി സ്കൂളിൻ്റെ പാകിസ്ഥാനിൽ ഒരുപാട് മദ്രസകളുണ്ട്. ഒരു കാര്യം മാത്രം കണ്ടുപിടിക്കാൻ, എപ്പോ അയൂബ് ഖാനും മിസ്സസ് ഫാത്തിമ ജിന്നത്തിനും ഇടയിൽ നടന്ന ഇലക്ഷൻ, അപ്പോൾ ഈ മുഴുവൻ ധാർമ്മികവും എന്ത് പറയാനാ പാർട്ടികളുണ്ടല്ലോ, ബമേ ജമാഅത്തെ ഇസ്ലാമിക്, ജമീഅത്ത് ഉൽമ, ഇവരൊക്കെ ആർക്കാണ് സപ്പോർട്ട് ചെയ്തത്? പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന പാർട്ടിക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്തത്. ഇത് സ്ത്രീകളെ അപമാനിക്കുന്ന പോലെയല്ലേ? ഇതുപോലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് ഖുർആൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ പുരുഷനും സ്ത്രീയും ഒരേ തത്വത്തിലാണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ളത്. സ്ത്രീകൾ വളരെ സോഫ്റ്റായിട്ടുള്ളവരാണ്. അവരുടെ അടുത്ത് വളരെ സോഫ്റ്റായിട്ട് വേണം പെരുമാറാൻ. പെട്ടെന്ന് വികാരഭരിതരാകും. ഒരു മനുഷ്യനെ എത്ര അപമാനിച്ച് സംസാരിച്ചാലും അവൻ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കില്ല. പക്ഷേ ഒരു സ്ത്രീയെ നിങ്ങൾ അങ്ങനെ അപമാനിച്ച് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സോഫ്റ്റായിട്ടുള്ളവരാണ്. അവരുടെ മനസ്സിന് വളരെ വിഷമമുണ്ടായിരിക്കും. അവർ മുഖം നോക്കുന്നൊരു കണ്ണാടി പോലെയാണ്. ഒരു കണ്ണാടി സൂക്ഷിക്കുന്ന പോലെ നമ്മൾ അവരെ സൂക്ഷിച്ചു വെക്കണം. അത്രയ്ക്ക് ശ്രദ്ധാപൂർവം. എത്രത്തോളം കാര്യങ്ങളുള്ള ഇവർക്ക് നമ്മൾ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്? ചിലർ താങ്കളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളയുടെ CM എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് 1 കൾച്ചർ 1 നേഷൻ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ്. താങ്കൾ കേരളയുടെ ഗവർണറാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. ഇതുപോലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നിട്ട് 1000 വർഷം കാത്തിരുന്നു. നമ്മൾ ഇവിടെ വന്നിട്ട് 1 നേഷൻ, പിന്നെ 1 കൾച്ചർ, കസ്റ്റംസ്, റിച്വൽസ്, ഹാബിറ്റ്സ്, കലാചാരങ്ങൾ, ഹാബിറ്റ്സ്, പ്രാക്ടീസസ്, എന്തൊക്കെ കൊണ്ടുവന്നാലതൊക്കെ ഫെയിലായി പോവും. ഇവിടെ നിന്ന് അത് വർക്കൗട്ട് ആവില്ല. നമ്മുടെ നാടിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിനൊരു കാര്യം പറയാം. കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്ക് ജനിച്ച കുട്ടികൾ രണ്ട് സിസ്റ്റേഴ്സ്.
ഒരുത്തി ശനിയാഴ്ച വ്രതമായിരിക്കും, വേറൊരുത്തി തിങ്കളാഴ്ച വ്രതമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വഴക്കുണ്ടാക്കുമോ? ഒരു സഹോദരൻ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോവും, മറ്റൊരു ബ്രദർ ശിവൻ ക്ഷേത്രത്തിലേക്ക് പോവും. ആരെ തടഞ്ഞു നിർത്തും? ഇവിടെ എന്താ ഒരു കൾച്ചറുള്ളൂ? സ്വാമി വിവേകാനന്ദൻ എന്താ പറഞ്ഞെന്നറിയോ? ഈ നാട്ടിലിരുന്ന് വരുന്നതിന് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്നു. രുചിനാം വൈജിത് പ്രിയ ത്രിജു കുട്ടിൽ ഞാനപ്പ ജിഷാൻ നിർണാം ഏക്കോ ഗമ്യ ത്വംസി പൈസ മന്നവി. എങ്ങനെയാണോ നദികൾക്കും കുളങ്ങൾക്കും തങ്ങളുടേതായ ഒരു ഗുണമുള്ളതോ, പക്ഷേ അവസാനം എല്ലാം പോയി ചേരുന്നത് കടലിലാണ്. അതേപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടതുപോലെ തന്നെ നമ്മുടെ വഴികൾ നമ്മൾ തിരഞ്ഞെടുത്ത് നടക്കുന്നു. അവസാനം എല്ലാം ചേർന്ന് ഒരു സ്ഥലത്താണ് ചേരുന്നത്. ഇപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരുന്നത്. ഞാനിത് ഖുറാനിൽ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുള്ളുൻ യാമിലഹലാഷാക്കിലെത്തി. ഹൊസൂർ സസലത്തിൻ്റെ അടുത്ത് പറയുകയാണ്, ഇതൊക്കെ ഒന്ന് അറിയിച്ചേക്കാൻ. ഓരോരോ മനുഷ്യനും എന്തിനു വേണ്ടിയാണോ ജനിച്ചത് അതൊക്കെ അവൻ ചെയ്തേ പറ്റൂ. പ്രകൃതി ആന്തി പൂതാനി, അത് മഹാഭാരതത്തിലുള്ളതാ. ഏത് കലാചാരത്തിലാണോ അവൻ ജനിക്കുന്നത് ആ കാര്യം അവൻ ചെയ്തേ പറ്റൂ. ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാനേ പറ്റില്ല. ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ച രണ്ട് കുട്ടികളുടെ ഇടയിലൊന്നും ഇത് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ മുഖങ്ങളൊക്കെ വേറെ വേറെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് വേറെ വേറെയാണ്. ഒരേ കുടുംബത്തിൽ തന്നെ ചിലർക്ക് ബാജരി ഇഷ്ടമാണ്, എനിക്ക് ബാജരി ഇഷ്ടമാണ്. ചിലർക്ക് ഗോതമ്പ് റൊട്ടി ഇഷ്ടമാണ്, ചിലർ ചപ്പാത്തി കഴിക്കില്ല, റൈസേ കഴിക്കുള്ളൂ. ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ഭാരതത്തിന്റെ കലാചാരം എന്നുള്ളത് വളരെ 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 പഴക്കം ചെന്നതാണ്. ഈ കൾച്ചറിനെ അടുത്ത കൾച്ചറുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ വൈവിധ്യങ്ങൾ അവർ ഒരിക്കലും അംഗീകരിക്കുന്നേയില്ല. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ഞാൻ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പോയിരുന്ന് അവരുടെ കൂടെ ഞാൻ പ്രേ ചെയ്യുന്നു. ഞാൻ മുസ്ലിങ്ങളുടെ മസ്ജിദിലും പോവും, അവരുടെ കൂടെ നിന്ന് നിസ്കരിക്കുകയും ചെയ്യും. ഞാൻ ഹിന്ദുക്കൾ ഒരുപാട് ധ്യാനം ചെയ്യുന്നവരാണ്, ഞാൻ അവരുടെ അടുത്തും പോകും. ഞാൻ അവരുടെ കൂടെ ധ്യാനവും യോഗയും ചെയ്യും. നമുക്ക് ഇതിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഇതെല്ലാം വഴിപാടിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുമാത്രമല്ല, നമ്മൾ ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നത് അവന് വേറൊരു പേര് നൽകാൻ പറ്റില്ലല്ലോ. താങ്കൾ വളരെ മനോഹരമായി പറഞ്ഞു. കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് മാറ്റങ്ങൾ ഞാൻ സംഭവിക്കുന്നു. നിങ്ങൾക്ക് പഴയ ഹക്കിം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു തരാം. ഇല്ല, ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കൺഫ്യൂസ് ചെയ്യുകയാണെന്ന്. ഞാൻ ഖുറാനെ കോട്ട് ചെയ്യുകയാണ്. ഒരു വാക്ക് പോലും ഞാൻ തെറ്റായിട്ട് സംസാരിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഖുറാനിലുള്ള എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഖുറാനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇല്ലാ തസ്രീ യുവാസിഫും അസാബൻ അലീമ വയാസ്തബ്ദിൽ കൗമൻ ഹൈറക്കും ലായരക്കും സയൻ. നീ ഈ കാലചക്രത്തിൻ്റെ കൂടെ യാത്ര ചെയ്തില്ല എങ്കിൽ, കാലത്തിരിപ്പൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ മുൻപിൽ വേഗത്തിൽ പോയില്ല എങ്കിൽ അർത്ഥം മനസ്സിലായോ? ഞാൻ നദിയും വെള്ളമൊന്നുമല്ല പറഞ്ഞത്. ഇവിടെ ഏത് സ്ഥലമാണോ എന്ന് നീ മനസ്സിലെടുത്തിട്ട് നീ മുമ്പോട്ട് പോയില്ല എങ്കിൽ നീ ഒരുപാട് കഷ്ടങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല, നീ ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥാനത്ത് വേറൊരുത്തം വന്നിരിക്കും. അതെങ്ങനെയാ പറയുന്നതെന്ന് കേട്ടോ. ഇന്നക്കും ഫി സമാനിൻ മൻ തരക്ക മിൻകും ഉസ്ത്ര മാ ഉമിര ബിഹി ഹലക്ക സുമ്മായാതി സമാനിൻ മൻ അമില മിൻകും ബി ഉസ്രി മാ ഉമിര ബിഹി നജ. ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് എത്ര സെൻസിറ്റീവ് ആണെന്ന് നോക്കിയേ. ഇന്നത്തെ സിറ്റുവേഷനിൽ നിന്നോട് എന്ത് ചെയ്യാനാണോ പറയുന്നത് അത് 10% പോലും ചെയ്തില്ല എങ്കിൽ അപ്പോൾ നീ ഹലാക്കായിടും. അതായത് നീ തോറ്റുപോകും. അതിനുശേഷം നീ വരാൻ പോകുന്ന കാലങ്ങളിൽ അതിൽ നീ 10% അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് മോക്ഷം കിട്ടും. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നീ മനസ്സിലാക്കിയാൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതിന് ചേർന്ന പോലെ തന്നെ എന്നെ വെറുതെ വിട്ടേക്ക്. ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞല്ലേ പാകിസ്ഥാൻ ഉണ്ടായത്? 1947 ഉണ്ടായി. 1962 വരേക്കും എത്ര വർഷമായി? 12 3 15 വർഷത്തിൽ ഇവരുടെ പേഴ്സണൽ ലോ ഇതൊക്കെ ഇസ്ലാമിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതും മാറ്റിയെടുത്തു, മുഴുവനായിട്ടും തന്നെ മാറ്റി. പണ്ഡിറ്റ് ജീവനോടുണ്ടായിരുന്നു. ഹിന്ദു കോഡ് ബില്ല് എപ്പോഴാണോ വന്നത് പണ്ഡിറ്റ് ജി പേടിച്ചുപോയി.
പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. പാകിസ്ഥാൻ എനിക്കെതിരായിട്ട് ഒരു പ്രോപഗണ്ട ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇതിനാണോ ഞാൻ സെപ്പറേഷൻ ചോദിച്ചത്? നമ്മുടെ ഭാരതത്തിലെ ധർമ്മം, പ്രാക്ടീസസ്, നമ്മുടെ കലാചാരം, നമ്മുടെ ഭാഷയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും. ഇത് പണ്ഡിറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഡോക്യുമെൻ്റും ഉണ്ടല്ലോ. പക്ഷേ പണ്ഡിറ്റിൻ്റെ ജീവിതത്തിൽ ഇതേ പാകിസ്ഥാൻ 1962 ട്രിപ്പിൾ തലാഖ് ബാൻ ചെയ്തു. അതുമാത്രമല്ല, പോളി ഗെയിമിംഗ്, മൾട്ടിപ്പിൾ മാരേജും ബാൻ ചെയ്തു. അതായത് പാകിസ്ഥാന് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ധർമ്മം വിനോദകരമാണ്. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ഞങ്ങൾ ഒരിക്കലും മുമ്പോട്ടേക്കില്ല. ഓക്കെ സാർ, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇദ്ദേഹത്തിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും തുടരുന്നതായിരിക്കും. മൗലാന റൂമി ഒരു കവിത പറയുന്നുണ്ട്. കതു വരായെ വസൂൽ കർദേനാന്തി നേബറായെ ഫസുൽ കർദനാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടെ ജീവിക്കണം. മറ്റൊരുത്തിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കാണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്ന് വളരെ അത്ഭുതകരമായാണ് പറഞ്ഞിട്ടുള്ളത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മുടെ അതിഥി കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹം മുസ്ലിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു. ആരിഫ് സാർ, പലരും പറയുന്നു, ഒളിയമ്മ, മൗലാന, അവരെല്ലാവരും പറയുന്നത് മുസ്ലിം സമുദായത്തിനെതിരായി ചിലർ കുറ്റപ്പെടുത്തുന്നു. CAA പറ്റി സംസാരിക്കുന്നു, UCC പറ്റി സംസാരിക്കുന്നു. ഇത് ഞങ്ങൾ എതിർക്കുകയാണെങ്കിൽ അവിടെ ആരിഫ് സാർ വന്ന് നിൽക്കുകയാണെന്ന്. ഇതിൽ ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഞാൻ താങ്കൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഉത്തർപ്രദേശിൽ AIMIMന്റെ നേതാവ് ഷൗക്കത്ത് അലി, അദ്ദേഹം പറയുന്നു ജഡ്ജ്മെന്റ് എന്ന പേരിൽ മുസ്ലിംസിനെ അടിക്കുകയാണെന്ന്. മുസ്ലിംസിന്റെ ഏരിയയിൽ ബാങ്ക് ATMനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു, തൊപ്പിയും താടിയും വെച്ചവരെ ലക്ഷ്യമിടുന്നു എന്ന്. അബ്ദുൾ ഇക്കാര്യമാണ് പറയുന്നത്. ആരിഫ് സാർ ഒരു അഭിപ്രായം പറയുന്നില്ലെന്നും. ഇവിടെ നിങ്ങളാണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. അതായത് എവിടെ, ഏത് സമയത്ത്, എന്ത് പറയണം, എങ്ങനെ പറയണം. പ്രസ്സിൽ സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. സാധാരണക്കാരായ മുസ്ലിംസൊക്കെ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേരള സ്റ്റോറിൽ നിന്നൊരു ഫിലിം വന്നിരുന്നു. അത് അവരെ ടാർഗറ്റ് ചെയ്യുന്നതായി അവർ കരുതുന്നു. അവരെ മോശക്കാരാക്കാൻ വേണ്ടിയാണ് അത് വന്നതെന്ന്. കേരളത്തിൻ്റെ സിറ്റുവേഷൻ തന്നെ വേറെ. കേരളത്തിലാരും വേർതിരിച്ച് നോക്കുന്നില്ല. അതായത് ഇത് ഹിന്ദു ഭാഷ, ഇത് മുസ്ലിം ഭാഷ, ആരും പറയാറൊന്നുമില്ല ഇത് ഹിന്ദു കൾച്ചർ, ഇത് മുസ്ലിം കൾച്ചർ, ആരും പറയാറൊന്നുമില്ല ഇത് ഹിന്ദുവിൻ്റെ ഭക്ഷണം, ഇത് മുസ്ലിമിൻ്റെ ഭക്ഷണം എന്നൊക്കെ. ഒരേപോലത്തെ ഗ്യാസ് ഉണ്ട്, ഒരേപോലത്തെ ഭക്ഷണം എന്നൊക്കെ, ഒരേ ഭാഷ സംസാരിക്കുന്നു. അവിടുത്തെ സിറ്റുവേഷൻ തന്നെ വേറെയാണ്. ആ സിറ്റുവേഷൻ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് ചില കുബുദ്ധികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. തുടർന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പല വർഷങ്ങളായിട്ട്. നിങ്ങൾക്കറിയാവുന്നതല്ലേ, പല വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്ത്യൻ പ്രൊഫസറിൻ്റെ 2 കൈകളും വെട്ടിമാറ്റിയത്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഏതൊരു തെറ്റ് ചെയ്യാത്തവൻ പോലും, അതായത് തെറ്റ് ചെയ്യാത്തവൻ അവിടെ മരിക്കാനേ പാടില്ല. അതല്ല, അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ അവനെക്കുറിച്ചുള്ള ആക്ഷൻ എടുക്കാനുള്ള അധികാരം അതോറിറ്റിക്ക് മാത്രമാണുള്ളത്, പ്രൈവറ്റ് ഇൻഡിവിജ്വലിനില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇതിലും വളരെ സങ്കടകരമായ ഒരവസ്ഥ അതെന്താന്ന് വെച്ചാൽ, നമ്മൾ പബ്ലിക്കിൽ, അതായത് 1947 നമ്മുടെ രാജ്യം വേർപിരിഞ്ഞു. ഇനിയും പറയുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം മറന്നിട്ടേയില്ല. ഒരു മറക്കാൻ പറ്റാത്ത കാര്യം മനസ്സിലുണ്ട്. ഈ കാര്യം ദേഷ്യമുണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് ചേർന്ന പോലെ ജോലി ചെയ്യണം. അതിനൊരു മരുന്ന് തടവുന്ന മാതിരി തന്നെ ഇരിക്കണം. അതല്ലാതെ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കരുത്. അതല്ലാതെ അതിനെ വീണ്ടും മുറിവേൽപ്പിക്കരുത്. ഇവരൊക്കെ കൂടി 1987 എന്താ ചെയ്തത്? ആ കാര്യം ഊതി വീർപ്പിച്ചു. എപ്പോൾ വികാരങ്ങൾ വ്രണപ്പെടുന്നുവോ, അതായത് മദ്രസകൾ അടയ്ക്കണമെന്നാണ് അവർ പറയുന്നത്. ആസാമിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. പല മദ്രസകൾ അവിടെ അടച്ചിരിക്കുകയാണ്. UPയിൽ മദ്രസ സർവേ ചെയ്യണമെന്ന് അവർ പറയുന്നു. നിങ്ങൾ ഈ മുഴുവൻ ലോകത്തെ എടുത്തോ, അറേബ്യൻ നാടിനെടുത്തോളൂ. എത്ര മദ്രസയാണ് ഇന്ത്യയിലുള്ളതോ അത്രത്തോളം മദ്രസകൾ അറേബ്യൻ നാട്ടിൽ പോലും ഇല്ല. ദേവബന്ധുണ്ട്, നടുവയുണ്ട്, ബറേലയിൽ മദ്രസയുണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇത്രയും മദ്രസ ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഇവിടെ ഈ അതേ മദ്രസ നിങ്ങൾ അവിടെ ചെന്ന് നോക്ക്. വിദേശത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ നോക്ക്. പക്ഷെ അവർക്ക് അവിടെ പെർമിഷൻ കിട്ടില്ല, തീർച്ചയായിട്ടും കിട്ടില്ല.
ഇന്ത്യയിലാണ് എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യം ഉള്ളത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നിയമപ്രകാരം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾക്ക് ആരിഫ് ചെയ്യാൻ സർ. പറ്റും. OVC സാർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മദ്രസകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന്, അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന്. പക്ഷേ ഇന്ന് സംശയദൃഷ്ടിയോടെ അവരെ നോക്കുന്നുവെന്ന്, കാരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. ആരുടെ പേരാണോ പറയുന്നത്, അവരേത് ഓർഗനൈസേഷനിലാണോ ഉള്ളതെന്നും. രാജ്യം മുഴുവനും 15 ആഗസ്റ്റ് 1947 റിലീസായി. പക്ഷേ ഹൈദരാബാദ് 13 മാസങ്ങൾക്ക് ശേഷമാണ് റിലീസായത്. ഇതൊക്കെ ആരാ കാരണക്കാരൻ? ഈ ഓർഗനൈസേഷനാണ് കാരണം. പിന്നെ ഈ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടർ ഉണ്ടായിരുന്നല്ലോ, കാസിം റിസ്വി. കുറച്ച് ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നേ. ആ 13 മാസത്തിൽ അവിടെ എന്താണ് നടക്കാതിരുന്നത്? ജനങ്ങൾ എന്തൊക്കെ എഴുതിയിരുന്നെന്നറിയോ? ഒക്ടോബറിൽ അവിടെ പോലീസ് ആക്ഷൻ നടന്നപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ആക്ഷനിൽ ഒരുപാട് തെറ്റുകളും നടന്നു. സോ അതിൻ്റെ ജസ്റ്റിഫിക്കേഷനിൽ ചിലരുടെ ആർഗ്യുമെൻറ്റും വന്നിരുന്നു. സാർ, ഇവർ നമ്മുടെ സേനയിലുള്ളവരാണ്, ഐ മീൻ പോലീസ്. ഇവർ ഹൈദരാബാദിന് പുറത്തായിരുന്നു. ഇവരെല്ലാവരും ഗവൺമെൻറ്റിൻ്റെ ഓർഡറിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവർ 13 മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സ്ത്രീകളെ എങ്ങനെയൊക്കെയാണ് റേപ്പ് ചെയ്തതെന്നും എങ്ങനെയൊക്കെയാണ് പാവപ്പെട്ട ജനങ്ങളെ കൊന്നതെന്നും ഇതാണ് അവർക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ദേഷ്യം ഉണ്ടാക്കുകയായിരുന്നു. ഇത് ചരിത്രത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ ആരാ ഉത്തരവാദിത്തം? ഇന്ന് റിലീസിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നു. ഇവർ കാരണമാണ് ഹൈദരാബാദിൽ 13 മാസങ്ങൾ സ്വാതന്ത്ര്യം ലേറ്റായിട്ട് കിട്ടിയത്. ഇപ്പോൾ മറ്റൊരു വിഷയമാണ് ചർച്ചയിലുള്ളത്, ലവ് ജിഹാദ്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഏത് സമുദായത്തിലുള്ളവരാണെങ്കിൽ എന്താ, ഏത് ജാതിയിലുള്ളവരാണെങ്കിൽ എന്താ. ഞാനിത് മുഴുവനായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഈ മനസ്സ് സംബന്ധിച്ച കാര്യങ്ങളിൽ ആര് എങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് ഇതിലൊരു വലിയ പ്രശ്നമുണ്ട്. ജിഹാദ് എന്ന വാർത്ത തനിക്കുള്ളയെ ഇത് ഖുറാൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൽ ശരിക്കുമുള്ള അർത്ഥം കിട്ടുന്നതായിരിക്കും. ഈ ജിഹാദ് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെ നിങ്ങളുടെ അടയാളം വെച്ചുകൊണ്ട് നിങ്ങളെ ചിത്രവധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോൾ നിങ്ങളെ വീട് വിട്ട് പുറത്തേക്ക് പോകാൻ പറയുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം മറുപടി പറയാനുള്ള സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ അതിനുവേണ്ടി ഖുറാൻ എന്താ പറയുന്നത്? ഹുസീന അല്ല ലസീന യുക്കാത്തലുൺ അവയന്നഹും സുലിൻ. ആർക്കാണോ ചിത്രവധം ഏർപ്പെട്ടത് അവർക്ക് പോരാടാനുള്ള അവകാശമുണ്ട്. പക്ഷെ നിങ്ങൾ പാവപ്പെട്ടവരെ ഒരു യുദ്ധം നടത്തി അവിടുത്തെ പാവപ്പെട്ടവരെ നിങ്ങൾ അടിച്ചമർത്തുകയാണെങ്കിൽ അതിന് ജിഹാദ് എന്ന് പേര് വെച്ചിരുന്നെങ്കിൽ, അതായത് കാശ്മീരിൽ വീട്ടിലുള്ള ആൾക്കാരെ ആരാണ് അടിച്ച് പുറത്താക്കിയത്? ആരെയാണ് വീട് വിട്ട് പുറത്തേക്ക് കൊണ്ടുപോയത്? പണ്ഡിതന്മാരല്ലേ? അവർക്ക് അവകാശമുണ്ട്. അന്ന് ഇവർ എഴുന്നേറ്റ് ചോദ്യം ചെയ്യണമായിരുന്നു. ഇപ്പം നിങ്ങൾ പേര് പറഞ്ഞല്ലേ, ഇവരിൽ ആരെങ്കിലും അവിടെ വന്നിരുന്നോ? ഇവരെ കാശ്മീരിൽ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞിരുന്നോ? ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കുറ്റമാണെന്ന് ഖുറാൻ പറയുന്നുണ്ടല്ലോ. അന്യായം നടന്നാൽ ആയുധം കയ്യിലെടുക്കുമെന്ന് ഖുറാൻ പറയുന്നുണ്ടല്ലോ. അവന്റെ അന്യായത്തിന്റെ കാരണം കൊണ്ട് നിന്നെ ചിത്രവധം ചെയ്ത് നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നീ അപ്പോൾ ആയുധം കയ്യിലെടുക്ക്. എന്താധാരം കയ്യിൽ വെച്ചുകൊണ്ടാണ് കാശ്മീരിലുള്ള പണ്ഡിതന്മാർ വീട് വിട്ട് പുറത്തേക്കാക്കിയത്? അതിന് കാരണം തന്നെ അവർ വേറൊരു അടയാളത്തിലേ ആയിരുന്നു. ഇതാരാ ചെയ്തത്? ഇത് ഏതൊരു മതത്തെയും വിശ്വസിക്കാത്തവരാണ് ഇതൊക്കെ ചെയ്തത്. ആരെയും വിട്ടില്ല. ഇവരാണെങ്കിൽ എന്താ പറയണ്ടേ അതിന്? അവിടെ ഈ സെപ്പറേറ്റിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അവരെയും ചേർത്താണ് അടിച്ചത്. പക്ഷെ ഇവർ തന്നെ എന്താ പറയുന്നത്? ഈ കൊലകാരന്മാർ അവരെ തന്നെ മുജാഹിദ് എന്നാ പറയുന്നത്. ഒരു കൊലയാളി അവനെ തന്നെ ഒരു മുജാഹിദ് എന്ന് പറയുമ്പോൾ ജിഹാദിൻ്റെ ഖുറാൻ ഡെഫിനേഷൻ ഉണ്ടല്ലോ, അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അതിനുള്ള പെർമിഷൻ കൊടുത്താൽ വേറൊരു സ്ഥലത്ത് വേറെ ആരെങ്കിലും അത് തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളത് അതേ സ്ഥലത്ത് തന്നെ തടഞ്ഞിരുന്നെങ്കിൽ, അതിനെതിരായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ അപ്പോൾ ഇങ്ങനെയെല്ലാം നടക്കാനുള്ള സാധ്യത ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഗോവധം എന്ന പേരിൽ ലിഞ്ചിങ് നടക്കുന്നു. അതായത് താങ്കൾ ഒരു പശുവിനെ കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷയായി അവനെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം അനാവശ്യ പ്രശ്നങ്ങളല്ലേ അല്ലെങ്കിൽ ഉണ്ടാവുക? ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഈ രാജ്യത്തിന്റെ പോപ്പുലേഷൻ എത്രയാ? 140 കോടി. 140 കോടി. എത്ര ലിൻസിങ് നടന്നിട്ടുണ്ട്? അവരെ എതിർപ്പറിയിക്കണം, അവരെ വഴക്ക് പറഞ്ഞ് ഇല്ലാതാക്കണം. 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് എന്താ സംഭവിച്ചത്? ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലല്ലേ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ജഡ്ജ് ജാനിയയുടെ വൈസ് ചാൻസലറാണ്. 1919 അതിനു മുമ്പ് 4 അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. 1919 പ്രൊഫസർ കുശിരുൽ ഹസ്തർ, അദ്ദേഹം കാശ്മീർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തെ തീവ്രവാദികൾ കൊന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് പോയിരുന്നു. ഞാൻ ശ്മശാനത്തിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ തലയിൽ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നല്ലേ. എന്നെ കാണാനും വന്നിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാർ എന്താ പറഞ്ഞെന്ന് ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഇനി 10 മിനിറ്റ് ലേറ്റായിട്ട് വന്നിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചേനെന്ന്. അതിനാണ് പറയുന്നത്, ആരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതോ അവരിതിനൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുമെന്നറിയോ? അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഭീകരവാദ പ്രശ്നങ്ങൾ ശരിക്കും അഴിച്ചുവിടുകയാണ്. ഞാനൊരു സന്യാസിയെ പോലെ ജീവിക്കുന്നവനാ. അതുകൊണ്ടാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ, അതും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സാരമില്ല, പ്രൈവറ്റ് ആൾക്കാർക്ക് അങ്ങനെ ഒരു അധികാരം തന്നെ ഇല്ല. വെറും ഇവിടെയുള്ള ഗവൺമെൻറ് പിന്നെ നിയമങ്ങൾക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എന്നാൽ കുറ്റവാളികളുടെ മേൽ ആക്ഷൻ എടുത്തോ ഇല്ലയോ, ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്നാൽ നടപടി എടുത്തിരുന്നല്ലോ. ലിൻസിനിൽ ഇൻവോൾവ് ആയവരായിരുന്നു. നടപടിയിലെടുത്തല്ലോ. നടപടിയിലെടുത്തില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ലിൻസിൻ നടന്നല്ലോ. അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാനേ പാടില്ല. ഇപ്പൊ ചോദിക്കേണ്ട ചോദ്യം, ആരൊക്കെയാണോ ലിൻസിൽ ഉണ്ടായിരുന്നവര് അവരെ വിട്ടയച്ചോ? ഇല്ല. നടപടികൾ എടുത്തല്ലോ. സർ, റോഡിൽ നമാസ് ചെയ്യുന്നവർക്കെതിരെ കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സർ. പക്ഷേ അതേസമയം ട്രെയിനിൽ ഭജന പാടുന്നവർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല. ഇതിനെപ്പറ്റി എന്താണ് സർ പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു. ഒരു കാലത്ത് റോട്ടിലും ജനങ്ങൾ നമാസ് പഠിച്ചു. ഗ്രീൻ പാർക്ക് മസ്ജിദിൻ്റെ പുറത്തും പഠിച്ചല്ലോ. ഈ ഈദ് ബക്രീദ് ഫംഗ്ഷനെല്ലാം നടക്കുമ്പോഴൊക്കെ മസ്ജിദിൽ അധികം സ്ഥലമുണ്ടാവില്ല. പക്ഷേ ആ സമയത്ത് പോകാനും വരാനുമായിട്ട് ബുദ്ധിമുട്ട് വരാതെ, അതായത് ഇൻകൺവീനിയൻസ് ആയിരിക്കും. അതിനുശേഷമാണ് അവർ വേറൊരു മാർഗം കണ്ടുപിടിച്ചത്. എതിർപ്പ് നിങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവർ വേറൊരു മാർഗം കണ്ടുപിടിച്ചു. അതായത് 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് നമാസ് പഠിക്കാമെന്ന്. പിന്നെ ഇത് നടക്കുന്നതെല്ലാം തന്നെ പബ്ലിക് പ്ലേസിലാണ് നടക്കുന്നത്. പക്ഷേ ട്രെയിനിൽ ഭജന നടത്തുന്നത് വേറെ കാര്യം. ട്രെയിനിൽ വന്നിട്ട്, അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ട്രെയിനിൽ നമാസ് പഠിക്കുകയാണെങ്കിൽ, ഞാൻ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, അവൻ നമാസ് ചെയ്യാൻ തുടങ്ങിയാൽ അവൻ്റെ അടുത്തിരിക്കുന്ന മുസ്ലിം അല്ലാത്തവരെല്ലാവരും തന്നെ എഴുന്നേറ്റവന് സ്ഥലം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതല്ലേ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, കള്ളം പറയല്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാ ട്രെയിനിൽ നിറയെ ആൾക്കാർ നമാസ് പഠിക്കുന്നത്. അതുമാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം കൂടി അറിയാം. അതായത് പറയുകയാണെങ്കിൽ ഡൽഹി കഴിഞ്ഞൊരു 120 കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളത്. ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു ചെറിയ ടൗണാണത് മാർക്കറ്റിൻ്റെ പുറയിലൊരു ക്ഷേത്രമുണ്ട്. മസ്ജിദ് കുറച്ച് ദൂരത്തിലാണ്. ഞാൻ പറയുന്നത് 100% സത്യമാണ്. കാരണം എൻ്റെ റിലേഷൻസ് അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ ഈ മുസ്ലിങ്ങളുടെ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പുറകിലത്തെ വഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ക്ഷേത്രത്തിലെ പൂജാരി അവർക്ക് സ്ഥലം ഒതുക്കി കൊടുക്കുന്നു. അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പോയി നമാസ് പഠിക്കുന്നു. ഇപ്പോൾ മൗലാന റൂമിയുടെ ഒരു കവിത പറയാം. തൂ ബറായ ഫസുൽ കർദനാം ദീൻ നൈ ബറായ ഫസുൽ കർദനാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് സ്നേഹവും കരുണയും കാണിച്ച് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ച് അടുത്തവൻ്റെ ജീവിതവും നശിപ്പിച്ച് എല്ലാവരുടെ ജീവിതവും നരകമാക്കാനല്ല ഞാനിവിടെ ജനിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ആരിഫ് ഖാന്റെ അടുത്ത് പല ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ക്യോം ഖാലികോ മഹ്ലൂം മേ ഹായൽ റഹീം ബർത്തേ.
ബീരാനെ കലീസാക്കോ കലീസ സകട. അതായത് ഡയറക്റ്റ് കോണ്ടാക്റ്റിലുണ്ടായിരിക്കണം പരമാത്മാവിനും ആത്മാവിനും. ഇതിൻ്റെ ഇടയിൽ കയറി വരുന്നവരെ ഓടിച്ചിട്ടടിക്കണം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തുകയാണ്, ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട്. ആപ്കി അദാലത്തിൽ അടുത്ത ചോദ്യം. ആപ്കി അദാലത്തിൽ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം മുസ്ലിങ്ങളെ തെറ്റായ പാതയിൽ കൊണ്ടുചെല്ലുന്നു. ഈ ആരോപണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നു ഗവർണർ RSSന്റെ ആയുധം പോലെ പ്രവർത്തിക്കുന്നുവെന്ന്, ടൂൾ മാറി പ്രവർത്തിക്കുന്നുവെന്ന്, ദിവസവും മുസ്ലിങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്നുവെന്ന്. ഞാൻ എന്ത് പറയാനായിട്ടാ? ഞാൻ ധർമ്മശാസ്ത്രത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു, അല്ലാതെ അധ്യാപകനല്ല. വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ എന്താണോ പഠിക്കുന്നത് അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് അഡ്വൈസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത് പറയുന്നതാരാ? പറയുന്നവൻ ധർമ്മശാസ്ത്രങ്ങളെയും വിശ്വസിക്കുന്നില്ല. ഞാൻ മിസ്ലി ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? അദ്ദേഹത്തിന് എന്താ ഒരു പ്രശ്നമുള്ളത്? അദ്ദേഹം ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം. അവർക്ക് എന്താ പ്രശ്നമുള്ളത്? 1990 വരയ്ക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെയും യൂണിഫോം സിവിൽ കോഡിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. 1986 ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ എപ്പോൾ റിസൈൻ ചെയ്തുവോ ഈ കാരണം കൊണ്ട് അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത് BJP-ക്കാർ. അപ്പോഴൊക്കെ 2 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സപ്പോർട്ട് കിട്ടിയത് ലെഫ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. അതുമാത്രമല്ല, ആ സമയത്തൊക്കെ എനിക്ക് വോക്കൽ വോയിസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്ത് ആരാണെന്നറിയോ? അതായത് ശ്രീ EMS നമ്പൂതിരിപ്പാട്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലകീഴായിട്ട് തകിടമറിഞ്ഞിരിക്കുക. അവർ UCCയെ മാത്രമല്ല എതിർത്തത്, അവർ മുത്തലാഖ് ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് 95% പ്രോബ്ലംസ് കുറഞ്ഞു എന്ന് പറഞ്ഞവരാ. അതിനെപ്പറ്റിയും ഒരു 6 മാസം മുമ്പ് ഇതൊക്കെ ആവശ്യമുള്ളതാണെന്ന് ചോദിക്കുന്നു. എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി അത് വന്നിട്ട് ധർമ്മത്തിൻ്റെ പേരിലൊരു പാർട്ടി ഉണ്ടായി. ആ പാർട്ടിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരാണ് ഈ രാജ്യത്തെ 2ആയി വിഭജിക്കാൻ പറഞ്ഞവർ. ഇവരുടെ അസസ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടി ഇപ്പോൾ ബലഹീനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബലഹീനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, അത് പിടിച്ചു പറിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് ആ പാർട്ടി എന്തൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവർ നേരെ മറിച്ച് ഇവർ പറയുന്നു. ഓഡിയൻസിൽ പലരും ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പബ്ജി ഗെയിം ഇസ്ലാമിൽ ഹറാമാണോ അല്ലയോ? ആദ്യമായിട്ട് ഇത് നിങ്ങൾ അവരോട് നേരിട്ട് ചോദിക്കുക. അതായത് ആരാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നവരോ അവരോട് ചോദിക്കും. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, ഞാനൊരു സ്റ്റുഡൻറ്റ്. ഞാൻ ഒളിമരമില്ലാതെ ഒരു സത്യം പറയട്ടെ, ഈ പബ്ജി ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഞാനതിനെക്കുറിച്ച് കേട്ടിട്ട് പോലില്ല. പിന്നെന്തിനാണ് ഞാനതിനെ പറ്റി പറഞ്ഞത്? സാക്കിർ നായിക് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മുസ്ലിംസ് ആരും വീഡിയോ ഗെയിം കളിക്കാൻ പാടില്ല. കാരണം വീഡിയോ ഗെയിം കളിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ഫോട്ടോകൾ വരും, വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളുടേതുപോലെ. അതിൽ മ്യൂസിക് ഉണ്ടായിരിക്കും. പക്ഷേ ഇസ്ലാമിൽ മ്യൂസിക് കേൾക്കാൻ പാടില്ല. അതെ, അങ്ങനെയാണോ? ശരി, ഞാൻ സമ്മതിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പോലും വീഡിയോയിൽ വരുന്നു. അത് ന്യായമാണോ? അതായത് കോളറിൽ മൈക്ക് വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നില്ലേ? അതൊന്നും സാരമില്ല. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, യൂട്യൂബ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം വ്യൂവർഷിപ്പ് ഒരുപാടുണ്ട്. അങ്ങനെയാണെങ്കിൽ യൂട്യൂബുകാർ പണം കൊടുക്കുമല്ലോ. അതായത് അവിടെ ഇതേപോലെ വീഡിയോ എടുത്തത് അവിടെ പണം സമ്പാദിക്കുന്നത് അതവർക്ക് ഹലാലാണോ? ഇത് നോക്കി, ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇന്ത്യയിൽ ഇവരൊക്കെ തന്നെ എപ്പോഴെല്ലാം ഈ ഷിപ്പിൽ കയറി ഈ ഹാജിയൊക്കെ പോകാൻ തുടങ്ങിയോ അപ്പോഴേ ഒരു തടസ്സം ഉണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിംസും ഹജ്ജിന് പോകാൻ പറ്റില്ല എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് എന്താ ഞാൻ പറയേണ്ടത്, അതിന് പെർമിറ്റ് വേണം. പാസ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. പെർമിറ്റിൽ ഫോട്ടോ ഒട്ടിക്കണം. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നത് ഇസ്ലാമിന് വിരോധമാണ്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോകാനേ പാടില്ലെന്ന്.
അതുമാത്രമല്ല ഇത് തുടർന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാനിവിടെ ആരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ കുറച്ച് ടി വിയിൽ നടക്കുന്ന ഡിബേറ്റ്സൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ടി വിയിൽ വരുന്ന ആങ്കേഴ്സൊക്കെ ഉണ്ടല്ലോ, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. സുന്ദരിമാരായ പെൺകുട്ടികളും വരും. അതുമാത്രമല്ല ഇത് തെറ്റാണെന്ന് പറയുന്നവർ അവരുടെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അതും ടി വിയിൽ സ്ക്രീനിലിരുന്നുകൊണ്ട്. അതിന് കുഴപ്പമില്ലേ? ഇത് ന്യായമാണോ? താങ്കൾ ടി വി ആങ്കർ എന്ന് പറഞ്ഞു. പക്ഷേ പാകിസ്ഥാനിലൊരു ആങ്കർ അവരൊരു മൗലാനയോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നു നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സുന്ദരിമാരെ ലഭിക്കുമെന്ന്. ഇത് കേട്ടിട്ട് എനിക്കും ചിരി വരുന്നുണ്ട്. എനിക്കും അറിയില്ല. അതെ, ഒരു പ്രാവശ്യം സ്വാമി വിവേകാനന്ദനോട് ഒരു പ്രൊഫസർ ചോദ്യം ചോദിച്ചു. നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നു, പിന്നെ ആ സ്ഥലത്ത് താങ്കൾക്ക് ഒരു അത്ഭുതമായിട്ടുള്ള ഗ്രന്ഥം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു പണച്ചാക്കുമുണ്ട്. നിങ്ങൾ ആദ്യം ഏതെടുക്കുമെന്ന് ചോദിച്ചു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ പണച്ചാക്കേ എടുക്കുകയുള്ളൂ എന്ന്. അപ്പോൾ പ്രൊഫസർ ഉടനെ ചോദിച്ചു, ഒരു സന്യാസിയായ നിങ്ങൾ പണച്ചാക്ക എടുക്കുമോ? ഞാനായിരുന്നെങ്കിൽ ആ ഗ്രന്ഥം എടുക്കുമായിരുന്നുള്ളൂ. അതെടുത്ത് വായിച്ചാൽ അറിവ് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. ആരെടുത്ത് എന്തില്ലയോ അതേ ആദ്യം എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ആരുടെ എന്തില്ലയോ അവൻ വന്നിട്ട് അതെടുക്കാനല്ലേ ശ്രമിക്കുള്ളൂ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിച്ച കാര്യമാണോ? അതായത് സ്വർഗത്തിൽ സുന്ദരിമാരുണ്ട്, ഒരു മനുഷ്യന് 10 മനുഷ്യരുടെ ശക്തി ലഭിക്കുമെന്നും ഇതുപോലെയുള്ള പല അതിശയങ്ങളും ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനൊരു കാര്യം തുറന്നു പറയാം. ഊർന്നതിൽ വർണ്ണിച്ചിട്ടുണ്ടാവും, അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാം ഉണ്ടാവും അത്രേ. നദി ഒഴുകും, പഴങ്ങളുണ്ടാവും, പൂന്തോട്ടം ഉണ്ടാവും. അല്ല, ഈ സുന്ദരികളെ കുറിച്ച് എന്താണ് ഇങ്ങനെ അധികം സംസാരിക്കുന്നത്? അവിടെ തന്നെ ഒരുപാടുണ്ടല്ലോ. പക്ഷേ ഖുറാനിലൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെഴുതിയിട്ടുള്ളത്, അതായത് ഈ മനുഷ്യൻ്റെ തലച്ചോറുണ്ടല്ലോ, അതായത് മനുഷ്യൻ്റെ ബുദ്ധി, അത് സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിൽ ആ സ്വർഗം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഈ ധർമ്മശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ അത് എല്ലാവർക്കും സമമായിരിക്കും. അതായത് ബുദ്ധി, അതായത് മന്ദബുദ്ധിക്കാരനും ചേരും, ആരാണോ നല്ല ബുദ്ധിശാലിയായിട്ടുള്ളത് അവനും ചേരും. സോ അവർ ഓരോരുത്തരെയും എടുത്തു പറയേണ്ടതല്ലേ. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിവസവും ട്രെയിൻ പിടിച്ച് അവിടേക്ക് പോയിട്ട് വരുന്നത് പോലെ. ശരിയാ. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അതായത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ, അതേ കാര്യം തന്നെയാ. എന്താണോ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് അത് നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ആയിട്ട് തോന്നും. അതല്ലേ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. താങ്കളോട് പറഞ്ഞില്ലേ പാകിസ്ഥാനിലുള്ള ആ ലേഡി ആങ്കറിനെ കുറിച്ച്? അവരൊരു മൗലാനയോട് ചോദിച്ചു, താങ്കൾ പോവുകയാണെങ്കിൽ അവിടെ സുന്ദരിമാർ ലഭിക്കും, പക്ഷെ സ്ത്രീകളായ ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, 7 ജന്മത്തിനും നിങ്ങൾക്ക് ഒരു ഭർത്താവ് മാത്രമേ കാണുള്ളൂ. അതിനവരെന്താ മറുപടി പറഞ്ഞത്? എനിക്ക് അത് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞിട്ടുണ്ടാവും, സ്വർഗത്തിലേക്ക് പോയാൽ അതേ ഭർത്താവിനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോണേന്ന് ആ സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അവിടേക്ക് പോയിട്ട് എന്താ പറയാനുള്ളത്? ഞാനല്ല, ആ സ്ത്രീ പറഞ്ഞതാ. ഇസ്ലാം സംസ്കാരത്തിൽ പലിശ വാങ്ങുന്നത് തെറ്റല്ലേ? ഖുറാനിൽ അത് അനുവദിക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നത്, പലിശ വാങ്ങിക്കുക എന്ന് പറയും. ശരിയാണ്. ഞാൻ പലിശക്കെതിരായിട്ട് ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ മിസ്രു എന്നൊരു ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൾ എന്നൊരാളുണ്ടായിരുന്നു. അയാളൊരു വലിയ സ്കോളറായിരുന്നു. അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പലിശ, അതായത് ഏത് പലിശയെ. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം എനിക്കായിട്ട് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ഞാൻ സ്റ്റുഡൻറ്റ് മാത്രമാണ്. ഞാൻ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോളാം. ആ ലാഭം ഞാൻ എടുത്തോളാം. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുളും ഇത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാനും ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ പലിശ ഇന്ത്യയിലും ഉണ്ടായിരുന്നു അത്രേ. അതാണ് ഗവൺമെൻറ് ബാൻ ചെയ്തത്. അതിനെയാണ് എന്തോ ചക്രവർത്തി എന്നൊക്കെ പറയുന്നത്. ചക്രവർത്തി പലിശ. അതൊക്കെ പഴയ കാലത്തുള്ള പലിശ എന്ന് പറയും. അക്കാലത്തൊന്നും ബാങ്കൊന്നും ഇല്ല. ആ കാലഘട്ടങ്ങളിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇല്ലല്ലോ.
ആ കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ ചക്രവർത്തി പലിശ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതാണ് ഗവൺമെൻറ് ബാൻ ചെയ്തത്. അവർ രണ്ടുപേരും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് മുസ്ലിം ഗ്രൂപ്പായിട്ടുള്ളത് ഇത് മനസ്സിലാക്കാൻ തോറ്റുപോയിരിക്കുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ പല ബാങ്കുകളുടെ ഹെഡ് മുസ്ലിംസ് ആണ്. അതെ, എല്ലാ മുസ്ലിങ്ങൾക്കുള്ളിലും ബാങ്കിന്റെ കാര്യം വിട്ടുകളയേ, മൊത്തം മുസ്ലിംസും, അതായത് ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിംസും അവരൊക്കെ ഇവിടുന്ന് പോയിട്ടല്ലേ പാകിസ്ഥാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ബാങ്കിങ് സിസ്റ്റം ഉണ്ടല്ലോ. IMFSൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്, പലിശയും ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിക്കുന്നുണ്ട്, പലിശ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ താങ്കൾ പറയുന്നില്ല. അപ്പോൾ ഫത്വ എന്താണെന്നും താങ്കൾ ഒന്ന് പറയാമോ? ഇതിൻ്റെ ലിറ്ററൽ മീനിങ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ, അതായത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു നിയമപരമായ, ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്, എല്ലാവർക്കും എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഏതൊരു കാര്യത്തെ സംബന്ധിച്ചുള്ളൊരു സ്വപ്നം നിങ്ങളുടെ തലയിലുണ്ട്. അപ്പം നിങ്ങളൊരു വലിയ വക്കീലെ കണ്ട് അതിൻ്റെ ഒപ്പീനിയൻ ചോദിക്കും. ലീഗൽ ഒപ്പീനിയൻ, അതിൻ്റെ ലിറ്ററൽ നെയിമാണ് ലീഗൽ ഒപ്പീനിയൻ. ഇതിൽ ദുഃഖിക്കപ്പെടേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നിറയെ ആൾക്കാർക്ക് നിയമം എന്താണെന്ന് അറിയില്ല. ഫത്വ എന്ന് പറഞ്ഞ് ആരെ വേണമെങ്കിലും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഞാൻ പറയാം. ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എന്താന്ന് വെച്ചാൽ ഒപ്പീനിയൻ. പക്ഷേ ഇത് എങ്ങനെ ഇവർ ഉപയോഗിക്കുന്നത്? ഇത് കോർട്ടിൻ്റെ ഓർഡർ പോലെ ഉപയോഗിക്കുകയാണ്. ഫത്വ കൊടുത്ത് ഇവരെ വിരട്ടി ഓടിച്ചു. ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ ഇനിക്ക അത് നടക്കില്ല. ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അല്ല, നിങ്ങളെന്താ കോർട്ടാണോ നടത്തുന്നത്? നിങ്ങൾക്കാരും ഈ അധികാരം തന്നത്? ഇവർക്ക് ഒപ്പീനിയൻ കൊടുക്കാമല്ലോ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ട് കഴിഞ്ഞാൽ ഇവരെന്താ പറയുന്നത്? ഞാൻ ജസ്റ്റ് ഒപ്പീനിയൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, നേർവഴി പറഞ്ഞു കൊടുക്കുകയാണെന്ന്. പക്ഷെ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഒന്നിനെയും കുറിച്ച് അറിയാൻ പാടില്ലാത്ത അവൻ്റെ അടുത്ത് ഫത്ത എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. പിന്നെ നിങ്ങൾ അവനെ കുഴപ്പത്തിലാക്കിയിട്ട് ഒപ്പീനിയൻ എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കും. അവനിതിനെക്കുറിച്ച് വല്ലതും അറിയോ? ഇത് ഇവർ വേണമെന്ന് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ നിന്നും വിമോചനം ലഭിക്കാൻ സാധാരണ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കണം. നിങ്ങളുടെ അടുത്ത് പഠിപ്പില്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കില്ല. നാട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ആരെ കൊണ്ടും സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല. മനുഷ്യൻ ഈ വൃത്തികേടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം വേണം. ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിന് ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നിങ്ങളെ മനസ്സിലാക്കുന്നിടത്തോളം കാലം നിങ്ങൾ പഠിക്കണം. അതുമാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ഖുറാനിലുള്ളൊരു കാര്യം പറയാം. വയ്യത, അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഫറ്റിക് മിഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രൊഫിറ്റിൻ്റെ ജോലി എന്താ? ഇത് 3 തരംതിരിച്ചിട്ടുണ്ട്. പ്രൊഫിറ്റിൻ്റെ ജോലിയെ വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷേ ഇതിൽ 4മത്തൊരു പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അതിലുള്ളത് വയ്യദാ അൻഹും ഇസ്രഹും വൽ അകലാലലെത്തിക്കാന തലൈ. അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ജോലി. ഇത് പ്രോഫിറ്റല്ല. ഖുറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യത്തും എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും പ്രോഫിറ്റ് ഉണ്ട്. ഒരുപക്ഷെ ഇവിടെ നമ്മൾ അവരെ അവതാരമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇവരുടെ മിഷൻ എന്താണ്? ഇവരുടെ ജോലി മനുഷ്യൻ്റെ കഴുത്തിലും കാലിലുമുള്ള ചങ്ങലകളെ അറുത്തെറിഞ്ഞിട്ട് അവർക്ക് മുക്തി കൊടുക്കണം. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു. അല്ലാ മെഹബാൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ സംബന്ധിച്ചാണ് അവരൊരു പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. പറയുന്നു, ക്യോം ഹാലിഖോം മഖ്ലൂബ് മേ ഹായൽ റഹീം പണ്ഡി പീറാനെ ഖലീസ കോ ഖലീസ സഹദ. അതായത് ഡയറക്റ്റ് കോണ്ടാക്റ്റിലുണ്ടായിരിക്കണം. പരമാത്മാവിനും ആത്മാവിനും നടുവിൽ നിൽക്കുന്നവരെ അടിച്ചു വരട്ടണം. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാ ഇക്ബാൽ പറഞ്ഞതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിൽ കേസ് എടുക്കുമല്ലോ. അല്ലാ ഇക്ബാൽ പറയുന്നു, ഈ നടുവിൽ നിൽക്കുന്നവരെയൊക്കെ അടിച്ചു വരട്ടാൻ കാലോട് ചവിട്ട്. ഇനിയും പല കുറ്റാരോപണങ്ങളുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചോദ്യശരങ്ങളിൽ ചെയ്യും. ഷാരൂഖ് ഖാന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഗണേശ ചതുർത്ഥിയുടെ അന്ന് അദ്ദേഹം ഗണപതിയുടെ വിഗ്രഹം വെച്ച് പൂജ ചെയ്യുന്നു. അതിന്റെ ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കുറ്റവാളിയാണോ? ഇസ്ലാമിനെതിരായ വ്യക്തിയാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അവരവരുടെ അധികാരമുണ്ട്. ആരെയും ജഡ്ജ് ചെയ്യാനുള്ള അധികാരം എനിക്ക് ഒട്ടും തന്നെയില്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം
ആപ്കി അദാലത്തിൽ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഇസ്ലാമിന്റെ പാരമ്പര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഇദ്ദേഹം കേരളത്തിലെ ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഹമീദ് ഫൈസി. അദ്ദേഹം പറയുന്നു ഗവർണറുടെ പേര് കേട്ടാൽ അറിയാം അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം അള്ളാഹുവിനെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, അള്ളാഹുവിനെ ഇദ്ദേഹം നന്നായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷെ അദ്ദേഹത്തെ ഒരു മുസ്ലിമായി അംഗീകരിക്കാൻ പാടില്ലെന്ന്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം പറയാൻ അധികാരമുണ്ട്. അതുമാത്രല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത് മാത്രമല്ല, ആരുടെ അടുത്ത് ഞാൻ സർട്ടിഫിക്കറ്റ് ചോദിക്കാറില്ല. പലരും പറയുന്നത് ഇസ്ലാമിൽ ഒരു റൂൾ ഉണ്ടെന്നാണ്, താങ്കൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാൻ പാടില്ലെന്ന്. പക്ഷേ അവർ പറയുന്നത് ആരിഫ് ഖാൻ മറ്റ് ആരാധനാലയങ്ങളിൽ പോകുന്നുവെന്നും പ്രത്യേകിച്ചും 2022 ഫെബ്രുവരിയെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാ ഫെബ്രുവരി 22 കുറിച്ച് സംസാരിക്കുന്നത്? 1980 കാൺപൂരിൽ അത്രയും ഫോട്ടോ എടുത്തല്ലോ. പറയുകയാണെങ്കിൽ കാൺപൂരിലെ ഒരു ക്ഷേത്രവും ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ. വിളിച്ച സ്ഥലത്തേക്കൊക്കെ ഞാൻ പോയിട്ട് വന്നല്ലോ. 2022 എന്തിനാ? കാൺപൂരിലെ ആൾക്കാരോട് ചോദിക്ക്. 1980 ഞാൻ കോൺഗ്രസിന്റെ കാൺപൂരിലെ MP ആയിരുന്നു. 5 വർഷം ഉണ്ടായിരുന്നു. വേണേ പോയി ചോദിച്ചു നോക്കിക്കോളൂ. പറയുകയാണെങ്കിൽ 2-3 ക്ഷേത്രങ്ങളല്ലാതെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ പ്രധാനമായും താങ്കൾ ശബരിമലയ്ക്ക് പോയിരിക്കുന്നു. മാത്രമല്ല അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു, അവിടെ പോയി പൂജ ചെയ്തിരിക്കുന്നു. അവർ പറയുന്നു ഇസ്ലാമിൽ ഇതെല്ലാം നിഷിദ്ധമാണെന്ന്. നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. ഇബ്നെ അറബി, നിങ്ങൾ വേണേ ഗൂഗിളും തുറന്നു നോക്ക്. സൂഫിയോല് ആദ്യത്തെ പേരാണ് എല്ലാവരേക്കാളും വലിയ പേര്. അതുമാത്രമല്ല, അവർ എത്ര ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, അവരെ അറബിയിൽ മദ്രസയിൽ അവർക്കെതിരായിട്ട് പാഠം നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, മദ്രസയ്ക്കെതിരായിട്ട് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്ന പഠിച്ചു നോക്ക്. ഇബ്നെ അറബി, ആ ഉസ്താദാണ് മദ്രസയിലെ ഇബ്നെ അറബിയെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആ ഉസ്താദ് ഇത് മക്കയിലുണ്ടായ സംഭവമാണ്. അതാണ് വലിയ മസ്ജിദ് ഹറം ഷെരീഫ്. ആ സ്ഥലത്ത് ആ ഉസ്താദിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, അവർ പറഞ്ഞത് ഇബ്നെ അറബിയെ പോലെ വിദ്വാൻ മേധാവി വേറെ ആരും തന്നെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നല്ലോ, വിദ്യാർത്ഥികൾ, അവർ ചോദ്യം ചോദിച്ചു. സാർ രാവിലെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഇബ്നെ അറബി കൺഫ്യൂഷനിലായിരുന്നു അത്രേ. പക്ഷെ ഇപ്പം ഇവിടെയാണെങ്കിലോ അവരെക്കാളും വലിയ വിദ്വാൻ, അള്ളാവിനെ മനസ്സിലാക്കുന്ന ആള് വേറെ ആരും ഇല്ലാന്നാണല്ലോ പറയണത്. എന്തിനിങ്ങനെയൊക്കെ തരംതിരിച്ച് സംസാരിക്കുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞു, അവിടെ വന്നിട്ട് പ്രിസ്ക്രൈബ് സിലബസ് ഉണ്ടല്ലോ, അവിടെ എടുത്തു പറയുകയാണെങ്കിൽ സിലബസിനെ എന്താ പറയുക, പാഠത്തിൻ്റെ നിയമങ്ങൾ, അത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ് പറയുന്നത്. ഇബ്നെ അറബി എന്താ പറഞ്ഞതെന്നറിയോ? ഇബ്നെ അറബി പറഞ്ഞത്, അത് മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പഠിച്ചാൽ വളരെ നന്നായിരിക്കും. ഞാൻ ആദ്യത്തെ വാക്യവും പിന്നെ അവസാനം ആദ്യത്തെ വാക്യം, ആ ലേഖനത്തിൻ്റെ ആദ്യ വാക്യവും അവസാനത്തെ വാക്യവും, അതുമാത്രമല്ല അതായത് എനിക്ക് പഠിക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നവനാണ്. അതിലാദ്യം തന്നെ എഴുതിയിരുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എന്ത് ഭംഗിയായിട്ട് ഉപദേശം നൽകിയിട്ടുണ്ട്. അടുത്തടുത്ത് നിൽക്കുന്നവർ തമ്മിൽ സമാധാനം വേണം. അതുമാത്രമല്ല, അറിഞ്ഞോ അറിയാതെയോ നീ ഏതടയാളത്തിലാണോ അറിയപ്പെടുന്നത്, നീ അതിനെ പുകഴ്ത്തി സംസാരിക്കാനേ പാടില്ല. നമ്മൾ തന്നെ പറയാറില്ലേ, അത് നമ്മൾ ഒരുമിച്ചിരുന്നാൽ തന്നെ കുട്ടികളെ കുറിച്ചല്ലേ സംസാരിക്കുള്ളൂ. അതൊരു തെറ്റായ വഴിയാണ്. അവർ പറയുന്നു, നീ ഏത് മതത്തിലുള്ളവനായാലും ഏതടയാളം വേണമെങ്കിലും ആയിക്കോട്ടെ, നീ ജനങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ അപ്പോൾ നീ ഒറ്റയ്ക്കിരുന്ന് പുകഴ്ത്ത്, പക്ഷേ മറ്റുള്ളവരെ നീ പുകഴ്ത്തണം. ആദ്യം ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഡു നോട്ട് കൺഫൈൻ യുവർ സെൽഫ് ടു വൺ ബിലീഫ്. നിന്റെ പാരമ്പര്യം ഒരൊറ്ററയ്ക്കുള്ളിൽ സൂക്ഷിച്ച് വയ്ക്കല്ലേ. ബി ഇൻ യുവർ സെൽഫ് the form for all kind of belief, because God is too vast and tremendous to be confined, to be restricted to one belief or another belief. എന്തൊരു അത്ഭുതകരമായ പക്ഷേ സർ, വാക്കുകളാണ്. പൊതുവായ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, എല്ലാ മുസ്ലിംസും ഒരുപക്ഷെ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള വിശ്വാസങ്ങൾ ഫോളോ ചെയ്താൽ, അവർ പറയുന്നത് പോലുള്ള ഡ്രസ്സ് ധരിച്ചാൽ, നെറ്റിയിൽ ചന്ദനക്കുറിയിട്ടാൽ, ദൈവത്തിന്റെ മുന്നിൽ കുമ്പിട്ടാൽ,
അവൻ ഒരിക്കലും മുസ്ലിം അല്ല. അങ്ങനെയാണോ? എന്താ ആയിരിക്കില്ലേ? ആയിരിക്കില്ല. ഇന്തോനേഷ്യക്കാർ മുസ്ലിംസോ അതോ അല്ലയോ? രാഷ്ട്രപതി ഭവന്റെ പുറത്ത് ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഗാന്ധിജിയുടെ വലിയൊരു സ്റ്റാച്യു? അതിലും വലിയൊരു സ്റ്റാച്യു ആണ് കൃഷ്ണന്റെ അർജുൻ്റെയും സംഭാവന. അതുമാത്രമല്ല, അവിടെ മുഴുവൻ മുസ്ലിംസാ. ഇന്തോനേഷ്യക്കാരോട് ചോദിച്ചു നോക്ക്, ഇവരൊക്കെ ആരാണ്? കൃഷ്ണനും അർജുൻ്റെ സംവാദം. ഇതൊരു ഹിന്ദു ഹൈക്കോണല്ലേ? അല്ല, നീ മുസ്ലിം അല്ലേ? ഓഫ് കോഴ്സ് വി ആർ മുസ്ലിം. Islam is our religion and this is our culture. ഇസ്ലാമാണ് ഞങ്ങളുടെ എല്ലാമായ അടയാളം. പക്ഷേ ഇത് ഞങ്ങളുടെ കലാചാരമാണ്. മറ്റൊരു കാര്യവും പറയുന്നുണ്ട്, ഞാനൊരു യഥാർത്ഥ മുസ്ലിമാണ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ തല കുനിക്കുകയുള്ളൂ, മറ്റെങ്ങും തല കുനിക്കുകയില്ലെന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ അല്ലാഹ് അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരാളെ വിശ്വസിക്കുന്നുള്ളൂ, രണ്ടുപേരെ ഞാൻ വിശ്വസിക്കാറില്ല. ഞാൻ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തെയാണ് കാണുന്നത്. ഇപ്പം നിങ്ങളുടെ അല്ലാഹ് അല്ലാതെ താണ്ഡവമാടാൻ പറ്റിയ ആൾ ആരുള്ളത്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശിവഭഗവാൻ താണ്ഡവമാടും അല്ലേ? ഇവിടെയാണ് നിങ്ങൾ മറ്റൊരു ദൈവത്തെ കാണുന്നത്. ശിവൻ ഒരാളുണ്ട്. അതായത് എനിക്ക് എല്ലാ സ്ഥലത്തും, ഞാൻ എവിടെ പോയാലും. എന്തിനാ ക്ഷേത്രത്തിൽ മാത്രം പോകുന്നത്? ചർച്ചിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ചർച്ചിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അല്ല, താങ്കൾ അമ്പലത്തിലേക്ക് പോകുന്നതെല്ലാം അവർ പ്രത്യേകം എടുത്ത് ഞാൻ പറയുന്നുണ്ട്. പറയാം, ഇവിടെ ഡൽഹിയിൽ കാൻ മാർക്കറ്റിൻ്റെ പുറയിൽ ക്രിസ്ത്യൻസിൻ്റെ ജപാലയം ഒന്നുണ്ട്. അവിടെ പോയി ചോദിച്ചു നോക്ക് ഞാനിവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുള്ളത്. ഇതേ ഇപ്പോഴും ഞാൻ പോകാൻ പോവാണ്. എനിക്ക് യാതൊരു മാറ്റവുമില്ല. അതെ, ഖുദാവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഒരാൾക്ക് മാത്രം സ്വന്തമല്ല, അത് എല്ലാവർക്കും സ്വന്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇസ്ലാമിൽ നിഷിദ്ധമല്ലെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. എല്ലാവർക്കും വേണ്ടി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇത് എൻ്റെ മനസ്സിലുള്ളത്. അവര് എല്ലാ സ്ഥലത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചേ നോക്കണ്ട. ശരി, ഒരു കോമൺ മാനായിട്ട് താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഷാരൂഖ് ഖാന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഗണേശ ചതുർത്ഥിയുടെ അന്ന് അദ്ദേഹം ഗണപതിയുടെ വിഗ്രഹം വെച്ച് പൂജ ചെയ്യുന്നു. അതിന്റെ ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കുറ്റവാളിയാണോ? ഇസ്ലാമിനെതിരായ വ്യക്തിയാണോ? ആർക്ക് ദൈവത്തിനെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണോ അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ പറ്റി ജഡ്ജ്മെന്റ് ചെയ്യാൻ എനിക്ക് അവകാശമില്ല. ഏതൊക്കെ ഖുറാനിലുള്ള വാക്യം പോലെ ഞാൻ പറയാം, ഇന്നല്ലാഹു അലാഹുദ്ദീൻ ഷെയ് കദീം. എല്ലാവരും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിനാണുള്ളത്. ഷാരൂഖ് ഖാൻ ഗണപതി ഭഗവാനെ കടലിൽ വിടാൻ പോയപ്പോൾ അദ്ദേഹം അല്ലാഹുവിനെ വിട്ട് പിരിഞ്ഞുപോയോ? ധാരാളം കണ്ടിരിക്കുന്നു. സാറ അലിഖാൻ കാളിയുടെ അമ്പലത്തിലേക്ക് പോയപ്പോൾ അവരെക്കുറിച്ച് എന്തെല്ലാം അനാവശ്യങ്ങൾ എഴുതിയെന്നറിയാവോ? ഏത് സ്ഥലത്ത് നിങ്ങൾ എന്നെ അനുവദിക്കണം, എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. ഉപനിഷദത്തിൽ ഇന്ന് ഒരു കാര്യം ഞാൻ പറയാം. യു വേ ഭൂമാ തത് സുഖം ന അൽപേ സുഖം അസ്തി. നിങ്ങളുടെ തലച്ചോറ് നല്ല ബ്രോഡായിട്ട് വച്ചേക്കൂ. ബ്രോഡായിട്ട് വച്ചതിന് ശേഷം എല്ലാത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നോക്കൂ. എല്ലാവരെയും നിങ്ങൾ ഒപ്പം ചേർത്തോളൂ. ഒരുപാട് സന്തോഷം കിട്ടും. അതുമാത്രമല്ല, ചെറിയ ബുദ്ധിയോടെ ജീവിച്ചിരുന്നാൽ, ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാതെ ചെറിയ ചെലവിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, നീ ഞാനെന്ന് പറയാൻ ആരംഭിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമേ കിട്ടില്ല. ആർക്ക് ഈ സുഖം പ്രാപ്തമാകും? യോ വൈഭൂ മാതക് സുഖം. എല്ലാവരെയും നമ്മളായിട്ട് തന്നെ കാണണം. ചോദ്യം ചോദിച്ചോളൂ. നമ്മൾ ഏത് മതത്തിലുള്ളവരാണോ ആ മതത്തെ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇന്നത്തെ താങ്കളുടെ ഉത്തരം എന്നെ ചിന്തിപ്പിച്ചു. എല്ലാവരും ഒന്നാണ്, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും ഒപ്പം ജീവിക്കുക. മരങ്ങളാകാം, ചെടികളാകാം, പ്രാണികളാകാം. അതെ, എല്ലാ ചോദ്യങ്ങൾക്കും താങ്കൾ ഒറ്റ ഉത്തരത്തിൽ മറുപടി നൽകി. വളരെ നന്ദി സാർ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു താങ്കൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം, അത് ഞങ്ങൾക്ക് കേട്ടുകൊണ്ടേയിരിക്കണമെന്ന്. പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നത്തെ ജഡ്ജ് പ്രൊഫസർ നസ്മ അക്തറിന്റെ ജഡ്ജ്മെന്റ് ആണ് ആപ്കി അദാലത്തിൽ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് കേരളത്തിന്റെ ഗവർണറായ ആരിഫ് ഖാനെ നമ്മൾ വിചാരണ ചെയ്തു. നമ്മൾ അദ്ദേഹത്തോട് UCCയെ പറ്റി ചോദിച്ചു. അതോടൊപ്പം ജനങ്ങളുടെ മനസ്സിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജി
ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ നസ്മ അക്തറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് കേൾക്കാം. ഇന്നത്തെ ഗസ്റ്റ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സാറിനെ എനിക്ക് 1973 നിന്നേ അറിയാവുന്നതാണ്. എന്തെന്നാൽ അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. അവിടെ ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. താങ്കളുടെ ശബ്ദത്തിൽ, താങ്കളുടെ സംസാരത്തിൽ ഒരു വലിയ സത്യം തന്നെയുണ്ട്. അതുമാത്രമല്ല, താങ്കളുടെ ആ അറിവ്, കടൽ പോലെ വിശാലമായ ആ അറിവ് അലിഗഡിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇവിടെ ലീഡറായി മാറിയതിനു ശേഷം അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. സംഭവം എനിക്ക് കൈയടിക്കാൻ തോന്നുകയാണ്, പക്ഷെ ജഡ്ജ് കൈയടിക്കാൻ പാടില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൈയടിച്ചേനെ. താങ്കളുടെ പേരിൽ ഒരുപാട് കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഒരുപാട് ഗംഭീരമായ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ണാടി പോലെ വിശാലമായാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, എല്ലാവരുടെയും സങ്കല്പങ്ങളെ തകർത്തിരിക്കുന്നു. രജത് ശർമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ്. പക്ഷേ എല്ലാത്തിനും മുമ്പിൽ നമ്മുടെ ഗസ്റ്റ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉത്തരം നൽകിയിരിക്കുകയാണ്. എല്ലാ ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ നിന്നും ഈ നീതിമണ്ഡലം അദ്ദേഹത്തിനെ വിമുക്തനാക്കിയിരിക്കുകയാണ്. സത്യത്തിൽ താങ്കളുടെ വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ആകർഷിച്ചിരിക്കുകയാണ്. ഇതുപോലെ തുടർന്നും താങ്കൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും വേണം. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരികയും വേണം. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇതോടെ പൂർത്തിയാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഒരു പുതിയ അതിഥിയോടൊപ്പം. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.